ഉമ്മയുടെ വയറ്റിൽ സംവിധാനിച്ച് സൗകര്യം ചെയ്ത് മനുഷ്യനെ ഭൂമിയിലേക്ക് അല്ലാഹു തആല എത്തിച്ച് അല്ലാഹു തആല തിരിച്ചറിവാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം കൊണ്ട് അല്ലാഹു അവനെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം കിട്ടുമ്പോൾ സ്വന്തം ചേട്ടന്മാരും അനുജന്മാരും പരസ്പരം ശത്രുക്കളായി മാറാതിരിക്കാൻ വേണ്ടി പോലും ചിലപ്പോൾ ചില നിഅമത്തുകളെ മറച്ചു വെക്കണം എന്നാണ് മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലാ നബീന അലൈഹിസ്സലാം അവിടത്തോട് നിർദ്ദേശിക്കുന്നത്. ആ യൂസുഫ് നബി അലൈഹിസ്സലാം കിണറിൽ ഒറ്റക്ക് കിടന്നു. അവിടുന്ന് അതാ രക്ഷപ്പെടുത്തി. വഴി പോകുന്ന യാത്രക്കാര് രണ്ടാളുകൾ പുറത്തേക്ക് എത്തിച്ചപ്പോ സഹോദരങ്ങൾ വെറുതെ വിട്ടില്ല. ഇത് ഞങ്ങളെ അടിമയാണ്, അതുകൊണ്ട് അയാളെ വെറുതെ കൊണ്ടുപോകാൻ പറ്റൂല, ഓടിക്കളഞ്ഞതാണ്, ഒളിഞ്ഞു കളഞ്ഞതാണ്, അതുകൊണ്ട് അയാളെ വെറുതെ തരാൻ പറ്റൂല. അയാളെ വിൽക്കണമെങ്കിൽ പൈസ തന്നാലേ തരുള്ളൂ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവർ ചെറിയ തുച്ഛം കാശിന് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. അവർ തുച്ഛം കാശിന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അടിമയാക്കി വിൽക്കാൻ വേണ്ടി ശ്രമം നടത്തി. ആ യൂസുഫ് നബി അലൈഹിസ്സലാം എത്തിച്ചേരുന്നത് എവിടെയാണ്? കൊട്ടാരത്തിലാണ്. ആ കൊട്ടാരത്തിലെത്തിയപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം എന്തൊരു സുഖകരമായ ജീവിതമാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ അവിടെ മിസ് ചെയ്യുന്നൊരു കാര്യമുണ്ടെന്ന്, സ്വന്തം ബാപ്പയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം, സ്വന്തം ഉമ്മയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം അത് കൊട്ടാരത്തിലെത്തിയത് കൊണ്ട് കിട്ടില്ലല്ലോ. അതല്ലാത്തത് മുഴുവനും മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലാ നബീന വഅലൈഹിസ്സലാം അല്ലാഹു നൽകിപ്പോയി. ഒരു ഉമ്മാന്റെ അടുത്തുനിന്ന് ബാപ്പന്റെ അടുത്തുനിന്ന് കിട്ടേണ്ട സ്നേഹം, ആദരവ്, അവരുടെ അടുത്ത് കിട്ടേണ്ട സ്റ്റഡി, അവരുടെ അടുത്ത് കിട്ടേണ്ട ലേണിംഗ് അത് അവിടുന്ന് തന്നെ കിട്ടണം. ആ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ വാപ്പയിൽ നിന്ന്, രക്ഷിതാക്കളിൽ നിന്ന് കിട്ടേണ്ടത് യൂസുഫ് നബി അലൈഹി സ്വലാമിന് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും യൂസുഫ് നബി അലൈഹി സ്വലാം ജീവിക്കുന്നത് കൊട്ടാരത്തിലാണ്. എല്ലാ സൗകര്യങ്ങളുണ്ട്, എല്ലാ സംവിധാനങ്ങളുണ്ട്, ആവശ്യമുള്ള സമയത്ത് കിട്ടാനുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാം കൊട്ടാരത്തില് സന്തോഷത്തില് ജീവിക്കാണ്. അപ്പോഴാണ് അല്ലാഹു തആല അവിടെ ഒരു പരീക്ഷണം കൊടുത്തത്. എന്താ പരീക്ഷണം എന്നറിയോ? പ്രേമത്തിന്റെ പരീക്ഷണമാണ്. ഇത് ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലുള്ളതാണ്. കൊട്ടാരത്തിലുണ്ട്, ഇപ്പൊ കോളേജിലുണ്ട്, സ്കൂളിലുണ്ട്, എല്ലായിടങ്ങളിലുണ്ട്. ഈ പരീക്ഷണത്തിൽ തോറ്റുപോകരുതേ ചെറുപ്പക്കാരെ. ഈ പരീക്ഷണത്തിൽ നമ്മൾ ഇല്ലാത്ത തോറ്റുപോകുന്നവരായി പോകരുത്. എവിടെയോ കാണുന്ന ആരുടെയോ പുഞ്ചിരിയുടെ മുന്നിൽ എല്ലാം മറന്ന് മതിമറന്ന അവസാനം ഉമ്മ വേണ്ട, വാപ്പ വേണ്ട, ഉമ്മാന്റെ വാക്കിന് വിലയില്ല, വാപ്പാന്റെ വാക്കിന് വിലയില്ല, കൂടപ്പറപ്പുകളെ വാക്കിന് വിലയില്ല, ഇഷ്ടപ്പെടുന്നവരുടെ വാക്കിന് വിലയില്ല, നാട്ടുകാരുടെ വാക്കിന് വിലയില്ല. ആര് പറഞ്ഞാലും, ആര് ചോദിച്ചാലും, ആര് കേട്ടാലും ഞാൻ അവന്റെ കൂടെ മാത്രമേ പോകുള്ളൂ, ഞാൻ അവളെ കൂടെ മാത്രമേ പോകുള്ളൂ. ഇങ്ങനെയുള്ള താഴ്ന്ന ചിന്താഗതി ഉണ്ടല്ലോ. അതിലേറെ എനിക്കാരാ വേണ്ടത് എന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. എന്റെ കാര്യം ഞാനല്ലേ പറയേണ്ടത്. എന്റെ കാര്യം പറയേണ്ടത് എന്റെ വാപ്പയല്ലല്ലോ, എന്റെ കാര്യം പറയേണ്ടത് എന്റെ ഉമ്മയല്ലല്ലോ, എന്റെ കാര്യം പറയേണ്ടത് നാട്ടുകാരല്ലല്ലോ, എന്റെ കാര്യം പറയേണ്ടത് സഹോദരങ്ങളല്ലല്ലോ. ഞാൻ തന്നെയല്ലേ തീരുമാനമെടുക്കേണ്ടത്. മോനെ, അങ്ങനെയായിരുന്നെങ്കിൽ നീ ഇന്ന് ബാക്കി തന്നെ ഉണ്ടാകുമായിരുന്നില്ല. നീ ചെറുപ്പത്തിൽ എഴഞ്ഞു പഠിക്കുന്ന കാലം എഴുന്നേറ്റ് നിൽക്കാൻ പഠിച്ചിട്ടില്ല, നടക്കാൻ പഠിച്ചിട്ടില്ല, എങ്ങനെയാ നടക്കേണ്ടത് എന്നറിയില്ല, എങ്ങനെയാ എഴുന്നേറ്റ് നിൽക്കേണ്ടത് എന്നറിയില്ല, എന്തൊക്കെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നറിയില്ല, ഏതൊക്കെയാ തെരഞ്ഞെടുക്കേണ്ടത് എന്നറിയില്ല, എങ്ങനെയാ പെരുമാറേണ്ടത് എന്നറിയില്ല. ആ ജീവിതകാലത്തിൽ എന്തൊക്കെയാ നിന്റെ അപ്പ നിന്നെ തടഞ്ഞു വെച്ചത് എന്നറിയോ? നീ തീയെടുക്കാൻ വേണ്ടി പോയപ്പോൾ അട്ടഹസിച്ച് കരഞ്ഞിട്ട് പോലും ആ ഉമ്മ നിന്നെ തീ തൊടാൻ അനുവദിച്ചിട്ടില്ല. അന്നത്തെ കാലത്തിന്റെ ന്യായത്തിന് കുറവുണ്ടോ? നീ കരഞ്ഞു നോക്കിയിട്ടുണ്ട്. എന്റെ അത്ര തിരിയൂല ഉമ്മ നിങ്ങൾക്ക്. എനിക്ക് ആ തീ തൊടണം, എന്തൊരു ഭംഗിയുള്ള സാധനമാണ്, അത് തൊടണമെന്ന് പറഞ്ഞ് നീ ഉമ്മാനോട് വാശി പിടിച്ചിട്ടുണ്ട്, നീ കരഞ്ഞിട്ടുണ്ട്. അത് ഇപ്പൊ പറയുമ്പോ നിനക്ക് തിരിച്ചറിയുന്നുണ്ട്, ഇപ്പൊ പറയുമ്പോ നിനക്കത് മനസ്സിലാകുന്നുണ്ട്. അതേ ഇപ്പൊ നീ ആ പെണ്ണിന്റെ കൂടെ പോകരുത് എന്ന് പറഞ്ഞാൽ മനസ്സിലാകൂല. കാരണം നിന്റെ പ്രായം ഇപ്പൊ നീ അനുഭവിക്കുന്ന പ്രായമാണ്. അതിനെ അറിയണമെങ്കിൽ അല്പം കൂടി കാലം കഴിയണം. പറഞ്ഞത് മനസ്സിലായോ? തീയെടുക്കാൻ വേണ്ടി പോയപ്പോ
തീ തൊട്ടാൽ കൈപ്പൊള്ളൂ എന്നറിയുന്ന ഉമ്മ നിന്റെ കൈ പിടിച്ചു വെച്ചിട്ടുണ്ട്. പിടിച്ചു വെച്ചപ്പോ എന്താ പറഞ്ഞത്? താങ്ക്സ് ഉമ്മ, നിങ്ങളെങ്ങാനും എന്നെ തീയിൽ നിന്ന് തടഞ്ഞില്ലായിരുന്നെങ്കിൽ എന്റെ കൈ പൊള്ളിപ്പോകുമായിരുന്നു എന്നാണോ പറഞ്ഞത്? അല്ല, പിന്നെ തീ തൊടുന്നതിൽ നിന്ന് തടഞ്ഞപ്പോൾ നീ ഉമ്മാനോട് വാശിക്ക് കരഞ്ഞിട്ടുണ്ട്. അന്ന് കരഞ്ഞപ്പോൾ ഉമ്മാക്ക് ചിരിയാണ് വന്നത്. കാരണം നിനക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ്, ഇതിന്റെ അറിവില്ലാത്തത് കൊണ്ടാണ്, നിന്റെ അപകടത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്, നിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഉമ്മ മനസ്സുകൊണ്ട് ചിരിച്ചു. പക്ഷേ ആ ഉമ്മ നിന്നെ അനുവദിച്ചില്ല. തൊടാൻ പറ്റാത്തത് തൊടാൻ വേണ്ടി പോയി, നജസുകൾ കൈയിന്റെ മേലെയാക്കാൻ പോയി. അപ്പോഴേക്ക് കൈ പിടിച്ചു വെച്ചിട്ട് ഉമ്മ കൊണ്ടുപോയി കൈ കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്തൊരു വികൃതിയാണ്, നജസിലാണോ കൊണ്ടുപോയി കൈവെക്കുന്നത്? അപ്പോഴും നിനക്ക് കരച്ചില്ല. എന്തിന് നജസിൽ കളിക്കാൻ അനുവദിക്കാത്തതുകൊണ്ട്? ഇങ്ങനെ തുടങ്ങിയിട്ട് നീ കോണിയുടെ മേലെ കയറിപ്പോയി. മേലെ കയറിയിട്ട് അതിന്റെ മേലെ നിന്ന് ചാടാൻ നോക്കുകയാണ്. എന്തിനാണ്? തുള്ളിയിട്ട് രസിക്കാനാണ്. തുള്ളിയാ നീ ബാക്കി ഉണ്ടാകൂലെന്ന് നിനക്കറിയില്ല. അതുകൊണ്ട് തന്നെ അത് കയറിയിട്ട് തുള്ളാൻ വേണ്ടി നിൽക്കുമ്പോ, ചാടാൻ വേണ്ടി നിൽക്കുമ്പോ ഉമ്മ വന്ന് തടയാണ്. അപ്പൊ നീ എന്താ പറഞ്ഞത്? താങ്ക്സ് ഉമ്മ, എന്നെ രക്ഷിച്ചല്ലോ എന്നല്ല. അപ്പോഴും നീ കരയുകയാ. എന്നെ എന്റെ ഇഷ്ടത്തിന് വിട്ടില്ലല്ലോ. മൈ ബോഡി മൈ ചോയ്സ് അല്ലേ ഉമ്മ? ഇംഗ്ലീഷ് പറയാൻ അറിയാത്തോണ്ടത് പറഞ്ഞില്ല അല്ലേ? മൈ ബോഡി മൈ ചോയ്സ് അല്ലേ, ഞാൻ ചാടട്ടെ എന്ന് പറഞ്ഞ് കരഞ്ഞില്ല. മറിച്ച് കരഞ്ഞപ്പോൾ ഉമ്മക്ക് മനസ്സിലായി മൈ ബോഡി മൈ ചോയ്സിന് കരയാണ്. പക്ഷെ ആ ഉമ്മ തടഞ്ഞു വെച്ചു. ഇത് പറയാൻ നിനക്കറിയാത്തത് കൊണ്ടാണ് പറയാത്തത് എന്നറിയാം. നിനക്ക് ചാടിയാൽ എന്ത് സംഭവിക്കൂ എന്നറിയാത്തത് കൊണ്ടാണ് ചാടുന്നത് എന്നറിയാം. അതുകൊണ്ട് തന്നെ സ്നേഹമുള്ള ഉമ്മ, നിന്നെ അത് അങ്ങേറ്റം ഇഷ്ടപ്പെടുന്ന വാപ്പ, നിന്റെ സഹോദരന്മാർ അവര് തടഞ്ഞു വെച്ചു പോയി. രാപ്പകല് വ്യത്യാസമില്ലാത്ത മൊബൈൽ ഫോൺ കൊണ്ട് കളിക്കുകയാണ്. അങ്ങനെ കളിച്ചാ കണ്ണിന് ക്യാൻസർ വരൂ എന്ന് പറഞ്ഞ ഡോക്ടർമാരുണ്ട് എന്ന് അറിയുന്ന ഉമ്മമാർ മൊബൈൽ ഫോണിൽ കളിക്കുന്ന കുട്ടികളെ കയ്യിൽ നിന്ന് അനാവശ്യമായി സമയം കളയുമ്പോ അവരെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിച്ചു വെക്കാണ്. അപ്പൊ കുട്ടി എന്ത് പറയാണ്? ഉമ്മ എന്റെ കണ്ണിന് വേണ്ടി നല്ല രീതിയിൽ നന്ദി എന്ന് പറഞ്ഞോ? ഇല്ല. അപ്പോഴും ഉമ്മാന്റെ മുന്നിൽ കരയാണ്. ഇങ്ങനെ ചെറുപ്പകാലം മുതലേ ഉമ്മമാർക്കുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പലതും ചെയ്യുമ്പോ കരച്ചില് തന്നെയാണ് പണി. അതിപ്പോ 18 വയസ്സായപ്പോ ചിലർക്കൊരു തോന്നലാണ്, ഇനി ഉമ്മ വേണമെന്നില്ല, ഞങ്ങൾക്കങ്ങ് തിരിയും. അത് ഇന്നലല്ല തിരിയാൻ തുടങ്ങി, വാണ്ടായത് മുതലല്ല, ജനിച്ച അന്ന് മുതലേ നിനക്ക് തിരിയുന്നുണ്ട്. തിരിഞ്ഞിട്ട് നീ ചെയ്തത് പലതും ഉമ്മ തടഞ്ഞു വെച്ചപ്പോ നീ കരഞ്ഞിട്ടുണ്ട്. ഇത് 18 വയസ്സ് കഴിഞ്ഞാലും ഓർമ്മ വേണം, 20 വയസ്സ് കഴിഞ്ഞാലും ഓർമ്മ വേണം. അന്നെങ്ങാനും ഉമ്മ ആ തീയിന്റെ കട്ട കയ്യിൽ തന്നിട്ട് ഒരു തീയിന്റെ കഷ്ണമെങ്ങാനും വായിലെടുത്ത് വെച്ചിരുന്നെങ്കിൽ, അങ്ങനെയാണല്ലോ നല്ല തിളക്കമുള്ള സാധനം കാണുമ്പോ കുട്ടികളാകുമ്പോ സ്വാഭാവികമായി അവർക്ക് വായിലേക്ക് എത്തണം അല്ലെ? തിളക്കം വേണമെങ്കിൽ എന്ത് കിട്ടിയാലും വായി പോകണമെന്നാണ്. തീ കത്തിക്കൊണ്ടിരിക്കുന്ന കണലെടുത്ത് വായിലിട്ടിരുന്നെങ്കിൽ ഇങ്ങനൊരു പെണ്ണുമായിട്ട് നിനക്ക് കണക്ഷൻ ഉണ്ടാകാൻ തന്നെ വകുപ്പുണ്ടാകുമായിരുന്നില്ല. എന്നല്ല, ഒരു പെണ്ണുമായിട്ടും ചിലപ്പോ കല്യാണം തന്നെ നടക്കാൻ ചിലപ്പോ അതുകൊണ്ട് സാധിക്കാതെ പോകുമായിരുന്നു. അതിൽ നിന്നൊക്കെ രക്ഷിച്ച ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മാനെ 18 വയസ്സ് കഴിഞ്ഞപ്പോ പിന്നെ ഓർമ്മയില്ല. മൈ ബോഡി മൈ ചോയ്സ് ആണ് ഉമ്മ, ഇതിലൊന്നും നിങ്ങൾ ഇടപെടാൻ പാടില്ല. വാപ്പാനോട് ഇതുവരെ ചെലവിന് വന്നു എന്നൊക്കെ ശരിയാ, അതിന് ചെറുപ്പകാലത്തൊക്കെ എന്റെ ചിരിയൊക്കെ കണ്ണുങ്ങൾ ആസ്വദിച്ചിട്ടില്ലേ? മൈ ബോഡി മൈ ചോയ്സ് ആണ്, എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ. ഒരു കാര്യം മനസ്സിലാക്കി വെച്ചു, കുട്ടിക്കാലത്ത് തീക്കണലിൽ നിന്ന് തടയുമ്പോ കരഞ്ഞതുപോലെ നിന്റെ അറിവുകേട് കൊണ്ട്, ചിന്തക്കുറവ് കൊണ്ട്, ആലോചനക്കുറവ് കൊണ്ട് നീ എടുക്കുന്ന ഉമ്മാക്കെതിരുള്ള തീരുമാനമുണ്ടല്ലോ, പാപ്പാന്റെ അനിഷ്ടങ്ങൾ അത് ഇഷ്ടങ്ങൾക്കെതിരുള്ള തീരുമാനമുണ്ടല്ലോ, കുടുംബങ്ങളുടെ ഇഷ്ടങ്ങളെ പരിഗണിക്കാത്ത തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനങ്ങളിലും നീ എത്തിപ്പെടാൻ പോകുന്നത് സംശയിക്കേണ്ടതില്ല. തീക്കണൽ കടിച്ചാൽ സംഭവിക്കുന്നത് പോലെ, അതുപോലെ ഉയരമുള്ള സ്ഥലത്ത് നിന്ന് താഴേക്ക് ചാടിയാൽ സംഭവിക്കുന്നത് പോലെ, അപകടങ്ങൾ ഉണ്ടാക്കിയാൽ അപകടത്തിൽ പെട്ടുപോകുന്നത് പോലെ, ഇതുകൊണ്ടും നീ അപകടത്തിൽ ചാടുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ അപകടത്തെ കുറിച്ച് നീ അറിയേണ്ടി വരുമെന്ന കാര്യം സംശയിക്കേണ്ടതില്ല. ഒരു സംശയവും വേണ്ട. അങ്ങനെ വലിയ ബാപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തില്ലാതെ അവരെ മനസ്സ് വേദനിപ്പിച്ച് ചെയ്ത പണിയാണോ? ദുന്യാവിൽ തന്നെ കിട്ടും, എന്തായാലും കിട്ടും, ഇനി അല്ലെങ്കിൽ ആഖിറത്തിൽ എന്തായാലും കിട്ടും, സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയുന്നു, ബാപ്പന്റെ വാക്കുകൾക്ക് വലിയ വില കൊടുക്കണം, ഉമ്മാന്റെ വാക്കുകൾക്ക് വലിയ വില കൊടുക്കണം.
അവർ പറയുന്നതിന് വലിയ മൂല്യങ്ങൾ കൽപ്പിക്കണം. അപ്പൊ ചിലപ്പോ നമുക്ക് തോന്നും അവരൊക്കെ തന്ത വൈബന്മാരാണ് ഉസ്താദേ, തള്ള വൈബന്മാരാണ്, അവർക്ക് പുതിയ വൈബിനെ കുറിച്ചൊന്നും അറിയില്ല, അവർക്ക് പുതിയ ലോകത്തെ കുറിച്ചൊന്നും പരിചയമില്ല, അവരൊക്കെ പഴയ കാലത്ത് ജീവിക്കേണ്ട ആളുകളാണ്. ഇന്നത്തെ കാലത്തുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ജീവിക്കുമ്പോ എങ്ങനെയാ ജീവിക്കേണ്ടത് എന്നൊന്നും അറിയാത്തവരാണ് അവർ ഓൾഡ് ജനറേഷനാണ്. അവരെ വാക്കും കേട്ടിട്ട് നിന്നാൽ ഞങ്ങൾ തന്ത വൈബന്മാരായി പോകും മൊയ്ലിയാരെ, തള്ള വൈബന്മാരായി പോകും മൊയ്ലിയാരെ എന്ന തോന്നലുണ്ടോ? തെറ്റിദ്ധാരണയാണ്. ചില കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ് അവരോട് മനസ്സിലാക്കി കാര്യങ്ങൾ അവരിൽ നിന്ന് നേടിയെടുക്കണം. രണ്ടാന്നല്ല ഞാൻ പറയുന്നത്. അതേ സ്ഥാനത്ത് അവരൊന്നും തിരിയാത്ത, എന്താണ് സുഖം എന്നറിയില്ല, എന്താണ് സന്തോഷം എന്നറിയില്ല, എങ്ങനെയാ ആഹ്ലാദം എന്നറിയില്ല, അങ്ങനെ വെറുതെ മനുഷ്യന്മാരായിട്ട് ജീവിതം എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടിയ ആളുകൾ എന്ന തോന്നലുണ്ടോ? തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ പ്രായമുള്ള ഉപ്പാപ്പാരോട് ചോദിച്ചു നോക്ക്, അവരെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് എപ്പെങ്കിലും തോന്നിയോ പടച്ചോനെ ഒരു മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എത്ര സുഖം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് തോന്നിയോ? നിങ്ങളെ കുട്ടിക്കാലത്ത് തോന്നിയോ? ഏതെങ്കിലും ഒരു സെക്കൻഡില് തോന്നിയോ? ഒരു സെക്കൻഡിലും തോന്നിയില്ല എന്ന് മാത്രമല്ല, ഓരോ സെക്കൻഡിലും അവർ എൻജോയ് ചെയ്തിരുന്നു. എൻജോയ് ചെയ്തു എന്ന് മാത്രമല്ല, ഇന്ന് അവരെ വിളിച്ചിട്ട് നിങ്ങളൊന്ന് മൈക്ക് കൊടുത്തിട്ട് ചോദിക്ക് എങ്ങനെയാ ചെറുപ്പകാലം എന്ന് ചോദിക്ക്. അവരെ കാലത്ത് അവർ എൻജോയ് ചെയ്തതിനെ അവതരിപ്പിക്കുമ്പോൾ അവരെ മുഖം കണ്ടാൽ അറിയാം, അവരെ അവതരണത്തിൽ അറിയാം എത്ര അവർ എൻജോയ് ചെയ്തിരുന്നു. ചിലപ്പോൾ അവർ എൻജോയ് ചെയ്തത് ചിരട്ട കൊണ്ടാ, അല്ലെ? ചിരട്ട കൊണ്ടാണ് അവർ എൻജോയ് ചെയ്തത്. അതുപോലെ തെങ്ങിന്റെ കഷ്ണങ്ങൾ മുറിച്ച് ടയറാക്കി ഉപയോഗിക്കുന്ന വാഹനം ഉണ്ടാക്കിയിട്ട് അവർ എൻജോയ് ചെയ്തത്. പക്ഷെ ആ എൻജോയ്മെന്റില് ഇന്നത്തെ നമ്മളെ ന്യൂ ജനറേഷൻ ഗെയിം കളിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ ഫലവത്തായ കാര്യങ്ങൾ അവരതിലൂടെ നേടിയെടുത്തിരുന്നു. ഇല്ലാന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഗെയിം കളിച്ചിട്ട് എന്ത് നേടിയെടുത്തു എന്നാ പറയാനുള്ളത്? ഒരുപാട് സമയം കളഞ്ഞു എന്നതിന്റെ അപ്പുറത്ത് പഴയകാലത്തെ തലമുറയിൽ അവർ കളിച്ചിരുന്ന കളികളിലൂടെ നേടിയെടുത്തിരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ന് അതിനൊന്നും മനുഷ്യന്മാർക്ക് നേടിയെടുക്കുന്നതിനെ കുറിച്ചൊന്നും യാതൊരു ആലോചനയില്ല. ഈ പള്ളിയിലേക്ക് ഞാൻ ഉദാഹരണം പറയാം കേട്ടോ, എന്റെ വീട്ടു പരിസരത്തൊക്കെ വീടുണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ പകലൊന്നും ആരും കല്ലെടുത്തെറിയരുത്. ഈ പള്ളിയിലേക്ക് നടന്നു വരാൻ, തൊട്ട് ബാങ്ക് വിളിക്കുന്ന സ്ഥലത്തുള്ള ആളുകൾക്ക് നടന്നു വരാൻ പറഞ്ഞാൽ എത്ര ആളുണ്ടാവും പള്ളിയിൽ നടന്നു വരാൻ? പുതിയ ജനറേഷനിൽ എത്ര ആളുണ്ടാവും? ഉപ്പാപ്പാരോട് തന്നെ എത്ര ഉണ്ടാവും ഇപ്പോ? കാരണം കുറെ പുതിയ ജനറേഷന്റെ സ്വഭാവം നമ്മളും പഠിക്കുമല്ലോ. എത്ര ആളുണ്ടാവും പള്ളിയിലേക്ക് നടന്നു വരാൻ? അതേ സ്ഥാനത്ത് ചെറുപ്പക്കാരോട് പള്ളിയിലേക്ക് നടന്നു വരണമെന്ന് പറഞ്ഞാൽ കിട്ടുന്നില്ലെങ്കിലും രാവിലെ 5 കിലോമീറ്റർ നിങ്ങൾ ജിമ്മിൽ വന്നിട്ട് നടക്കണം എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ ഒരു പ്രയാസമല്ല. 10 കിലോമീറ്റർ 20 മിനിറ്റ് നിങ്ങൾ നടക്കണം എന്ന് പറഞ്ഞാൽ ഒരാൾക്കും വിഷമം തോന്നിയില്ല. മൊയ്ലിയാരെ ജിമ്മും ഹറാമാണോ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, തെറ്റിദ്ധരിക്കരുത്. ജിമ്മ് ഹറാമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ജിമ്മിൽ പോകാൻ നമ്മൾ ഭയങ്കര ജോറാണ്. 5 കിലോമീറ്റർ നടക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയാസമില്ല. 10 കിലോമീറ്റർ നടക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയാസമില്ല. അതേ സ്ഥാനത്ത് ഉപ്പാന്റെ പെങ്ങളെ കാണാൻ ഒരു 10 കിലോമീറ്റർ അല്ല 2 കിലോമീറ്റർ നടക്കണം എന്ന് പറഞ്ഞാലോ, സ്വന്തം ബാപ്പന്റെ പെങ്ങളെ കണ്ടിട്ട് കുടുംബബന്ധം ചേർക്കാൻ ഒന്ന് പോകണമെന്ന് പറഞ്ഞ് സമയം കിട്ടുന്നില്ല. ഞാൻ ഈ അടുത്ത് എവിടെയോ പ്രസംഗിച്ചൊരു പ്രസംഗം, ആരൊക്കെയാണ് കാണാൻ പറ്റുന്നവര്, കാണാൻ പറ്റാത്തവര്, ആരാണ് മഹറം, ആരാണ് മഹറമല്ലാത്തവര്, ഏതൊക്കെ പെണ്ണിനെ ഒരു പുരുഷനെ കാണാം, ഏതൊക്കെ അന്യപുരുഷന്മാര് ആയിട്ട് കാണണം, ആരൊക്കെ പുരുഷനെ കാണാൻ പറ്റുന്ന സ്ത്രീകളായിട്ട് കാണണം എന്നതിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതിന്റെ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പിന്റെ ഇടയിൽ ഒരാളെ ചോദ്യമാണ്, കുടുംബബന്ധം ചേർക്കാനൊക്കെ പറയുന്ന മൂല്യന്മാര് ഇങ്ങനെ സ്വന്തം ഉപ്പാന്റെ ജേഷ്ഠത്തിന്റെ മകളെ കാണരുത് എന്ന് പറയാണ്, ഉപ്പാന്റെ അനുജന്റെ മോളെ കാണരുത് എന്ന് പറയാണ്, ഉപ്പാന്റെ പെങ്ങളുടെ മകളെ നോക്കരുത് എന്ന് പറയാണ്. ഇതൊക്കെ എന്ത് കുടുംബബന്ധാണ് മുസ്ലിയാരെ? കേട്ടാത്തോന്നും എല്ലാ ദിവസവും ഉപ്പാന്റെ പെങ്ങളെടുക്കലാണ്, കേട്ടാത്തോന്നും എല്ലാ ദിവസവും ഉമ്മാന്റെ അനുജത്തിന്റെ അടുക്കലാണ്. ഉമ്മാന്റെ അനുജത്തിന്റെ അടുക്കൽ പോകാൻ ആവേശമില്ല, ഉപ്പാന്റെ പെങ്ങളെടുത്ത് പോകുന്നവരെ കിട്ടാനില്ല, ഉപ്പാന്റെ അതേ ഉമ്മാന്റെ ആങ്ങളന്റെ അടുത്ത് പോകുന്നവരെ കിട്ടാനില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ ആളുകളില്ല. പിന്നെ കസിൻസ് ബന്ധങ്ങൾ അധികരിപ്പിക്കാൻ ആളുകൾ ഭയങ്കര ജോറാണ്. എന്താണ് മുസ്ലിയാരെ കസിൻസ് എന്ന് പറഞ്ഞാൽ? എനിക്കും അറിയില്ല എന്താണ് ഈ കസിൻസിന് ഒരു അർത്ഥം വെക്കുന്നത് എന്നറിയില്ല. കോളേജിൽ നിന്ന് ഒരു ചങ്ങായിന്റെ കൈ പിടിച്ചു പോയതാരാ? അതെന്റെ കസിനാ. എനിക്ക് റോഡും വന്ന് ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ടു, ബസ്സൊന്ന് പരിചയപ്പെട്ടതാ, കുറച്ച് ദിവസം ലോകിയായി സംസാരമായപ്പോ പിന്നെ ഇതാരാ? അത് കസിനാ. എല്ലാം കസിന്. ഈ കസിന് കൊണ്ട് അവസാനം എന്താ ഉണ്ടാകുന്നത് എന്നറിയില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കളിക്കാനിടയായി,
കസിൻ എന്ന് പറഞ്ഞ ആള് കൊണ്ടുപോയിട്ട് അത് ആ പെൺകുട്ടിയുടെ കഴുത്തുമിരുക്കിയിട്ട് കൊന്നുകളഞ്ഞു. എങ്ങനെ? പെൺകുട്ടിയുടെ കഴുത്തുമിരുക്കിയിട്ട് കൊന്നുകളഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹ്. അയാൾ കേൾക്കുന്ന മുസ്ലിമേ, നമ്മളുടെ അള്ളാന്റെ ദീന് തന്ന നിയമങ്ങൾക്ക് വില കൽപ്പിക്കാതെ ഏതോ പാശ്ചാത്യൻ ചിന്തക്കാരന്റെ കസിൻ എന്ന പേരോ അല്ലാത്ത പേരോ നദി പരസ്പരം നൽകിയിട്ട് കാണാനും തൊടാനും പറ്റാത്തവരെ തൊടാൻ നോക്കുന്ന സ്വഭാവമുണ്ടോ? അവരെ തൊടാൻ വേണ്ടി കഥ ന്യായം കണ്ടെത്തുന്ന സ്വഭാവമുണ്ടോ? അവരെ പിന്നാലെ പോയി സമയം കളയുന്ന സ്വഭാവമുണ്ടോ? അയാൾ കേൾക്കുന്ന മുസ്ലിമേ, ശറഇന്റെ വിധി ഹറാമ, സംശയിക്കേണ്ടതില്ല. സ്വന്തം ബാപ്പന്റെ പെങ്ങളുടെ മകളെ നോക്കരുത് എന്നാണോ മൊയ്ലിയാരെ പറയുന്നത്? അതെ, നോക്കരുത് എന്നാണ് ശറഇന്റെ വിധി എന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ വിധിയല്ല പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ഏതെങ്കിലും സ്ഥാപനത്തിന്റെ വിധിയല്ല പറയുന്നത്, ഏതെങ്കിലും സംഘടന ഉണ്ടാക്കിയ വിധിയല്ല പറയുന്നത്. അള്ളാന്റെ ദീൻ അംഗീകരിച്ച് ജീവിക്കുന്ന മുസ്ലിമിനുള്ള നിയമമാണ് പറയുന്നത്. ഏതോ നിരീശ്വരവാദിയോട് എന്റെ വയല് ബാധകമല്ല, അവരോട് പറയാനുള്ള വയല് നമുക്ക് വേറെ പറയാം. ഈമാനുള്ള മോമിനീങ്ങളോടാണ് വയല്, അവരോടാണ് ഈ ഉപദേശം, അവരോടാണ് ഈ നിർദ്ദേശം. സ്വന്തം ബാപ്പന്റെ ജേട്ടത്തിയുടെ മകളെ തൊടാനോ, സ്വന്തം ബാപ്പന്റെ അനുജന്റെ മകളെ തൊടാനോ, സ്വന്തം ഉമ്മാന്റെ ആങ്ങളുടെ മകളെ തൊടാനോ, അവളെ നോക്കാനോ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതിന്റെ വിധി ഹറാമാണ്. അത് സ്വന്തം പെങ്ങളല്ലേ, അപ്പോഴേക്ക് ഭയങ്കര പെങ്ങളെ വല്ലാത്ത കസിൻസ് ബന്ധം, അപ്പോഴേക്ക് ഭയങ്കര പെങ്ങളെ ചൂടി. സ്വന്തം ഉപ്പാന്റെ പെങ്ങളെ ചെന്ന് നോക്കിയിട്ട് എത്ര ദിവസമായി എന്ന് ചോദിച്ചാൽ, സ്വന്തം ഉമ്മാന്റെ അനുജത്തിനെ കണ്ടിട്ട് എത്ര ദിവസമായി എന്ന് ചോദിച്ചാൽ, സ്വന്തം ഉമ്മാന്റെ ആങ്ങളിനെ കണ്ടിട്ട് എത്ര ദിവസമായി എന്ന് ചോദിച്ചാൽ മറുപടി പറയാനുള്ളത് കഴിഞ്ഞ പെരുന്നാളിനാണ്. അല്ല മൊയ്ലിയാരെ, കഴിഞ്ഞ പെരുന്നാളിനും നേരം കിട്ടിയിട്ടില്ല. ഇങ്ങനെയല്ലേ നമ്മളെ കഥ പറയാനുള്ളത്? അതേ സ്ഥാനത്ത് ഇങ്ങനെ ആവശ്യമില്ലാത്ത ദീൻ അംഗീകരിക്കാത്ത ബന്ധങ്ങൾക്ക് വേണ്ടി ഇബ്ലീസ് ഉണ്ടാക്കി തരുന്ന ചോദ്യങ്ങൾ കൂട്ടിപ്പിടിച്ചിട്ട് നമ്മൾ അള്ളാന്റെ ദീനിനെ അതേ പൊളിച്ചു കളയാൻ ശ്രമിച്ചാൽ, ദീനിന്റെ നിയമങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ, ദീനിന്റെ നിയമങ്ങളെ ചതിയെ ചളിവാരി തേക്കാൻ ശ്രമിച്ചാൽ നമ്മളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ചില ആള് ചോദിക്കും, സ്വന്തം പെങ്ങളല്ലേ ഉപ്പാന്റെ ജേട്ടന്റെ മോള് എന്ന് പറഞ്ഞാല് സ്വന്തം പെങ്ങളല്ലേ? സ്വന്തം പെങ്ങള് എഴുതി വെച്ചോ, നോക്കാനും തൊടാനൊന്നും പറ്റൂല, അതിന് കുഴപ്പമൊന്നുമില്ല. സ്വന്തം പെങ്ങളാണെന്ന് എല്ലാരോടും പറഞ്ഞോ, അതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെയില്ല. ഇവിടെ കേരളത്തിലൊരു സംഘടന, എന്റെ പേര് അമ്മാന. എങ്ങനെ? സംഘടനന്റെ പേരെന്നെ അമ്മാന അല്ലേ? അങ്ങനെ ഒരു സംഘടനയില്ലേ കേരളത്തിൽ? ഇല്ലേ? പ്രസിഡന്റിന് അറിയാം. അങ്ങനെ ഇല്ലേ? ഉണ്ട്. അമ്മാന സംഘടനന്റെ പേര്. അതുകൊണ്ട് ആ സംഘടനയുള്ള എല്ലാരും അമ്മേന്റെ മക്കളാ. എല്ലാരും പരസ്പരം തൊടലാ. തൊടുവോ നോക്കിയതാ, കുഴപ്പം തീരാനില്ലായിരുന്നു. പത്രം വായിച്ചില്ലെങ്കിൽ അങ്ങനെ അമ്മേന്റെ മക്കളാണെന്ന് വിചാരിച്ച് തൊട്ടാ കുഴപ്പം തീരുവോ? ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടന്നു എന്നാ പത്രം പറയുന്ന. അല്ലാഹു അലം, ഞാൻ കണ്ടിട്ടില്ല. അല്ലേ? പത്രം പറയുന്ന എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം പറഞ്ഞതായി പത്രം പറയുന്നു. അമ്മാന്ന് പേരിട്ടത് കൊണ്ട് അതിന്റെ കീഴിൽ ഇരിക്കുന്നവർ, അതിന്റെ സംഘടനയിലുള്ള എല്ലാവരും ആങ്ങളെ മങ്ങളും ആവോ? സ്വന്തം അമ്മേന്റെ മക്കളല്ലേ മൊയ്ലിയാരെ? അങ്ങനെ ആവോ? അമ്മ എന്ന് പറയുമ്പോ അമ്മേന്റെ മക്കളാവോ? അല്ലെങ്കിൽ സ്വന്തം പെങ്ങളല്ലേന്ന് ഒരു സ്വന്തത്തിന് കുറച്ച് കടുപ്പം കൂടിയാ പെങ്ങളാവോ? പെങ്ങള് എന്ന് പറഞ്ഞാൽ, സ്വന്തം പെങ്ങള് എന്ന് പറയാൻ ഏറ്റവും അവകാശപ്പെട്ടത് ഉമ്മന്റെയും ബാപ്പന്റെയും രക്തത്തിൽ പിറന്ന നേരുള്ള സഹോദരന്മാരാണ്. ഉപ്പാന്റെ ഏട്ടന്റെ മോളാണോ? എന്നാ പിന്നെ ഞാന് ബാപ്പന്റെ ജ്യേഷ്ഠന്റെ മകൾക്ക് നമ്മൾ തീരുമാനം എടുക്കുക. ബാപ്പന്റെ ജ്യേഷ്ഠന്റെ മകള് സ്വന്തം മകളല്ലേ? അതുപോലെ സ്വന്തം ഉമ്മാന്റെ ആങ്ങളുടെ മോള് സ്വന്തം മകളല്ലേ? ഓൾക്കും കൂടി സ്വത്ത് വീതിക്കുമ്പോ അവർക്കും കൂടി അങ്ങ് തീരുമാനിക്കുക. എത്ര ആളുണ്ടാവും അനുവദിക്കാന്? അപ്പൊ പിന്നെ മൊയ്ലിയാരെ, അത് സ്വന്തം മകളല്ല. സ്വത്ത് വീതിക്കാൻ പറയാ, അവർക്കും കൂടി കൊടുക്കണം സ്വത്ത്. സ്വന്തം പെങ്ങളല്ലേ? സ്വന്തം പെങ്ങളായതുകൊണ്ട് സ്വന്തം പെങ്ങൾക്ക് ബാപ്പന്റെ ജേട്ടന്റെ മകളാകുമ്പോ സ്വത്ത് കൊടുക്കണം. അതുപോലെ ഉമ്മാന്റെ അനുജത്തിന്റെ മകൾക്ക് സ്വത്ത് കൊടുക്കണം. എന്താണോ മകനിക്ക് കിട്ടുന്നത് അതേ സ്വത്ത് ആർക്കും കിട്ടണം. ഉമ്മാന്റെ അനുജത്തിന്റെ മോക്ക് കിട്ടണം. കാരണം എന്റെ അമ്മാന്റെ ഞങ്ങളുടെ നാട്ടില് കാരണൂർ എന്താ പറയാ? ഇവിടെ എന്താ പറയാ? അമ്മോന് എന്താ പറയാ? ഇവിടെ അമ്മോന് എന്താ പറയാ? കാരണൂർ എന്നാ പറയാ. മലപ്പുറം ജില്ലയിൽ കാരണൂർ എന്ന് പറഞ്ഞാൽ നേരെ ജ്യേഷ്ഠനാ, അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം. അതുപോലെ പുനൂർ ഭാഗത്തൊക്കെ കാരണൂർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്റെ അറിവ്. അവർക്ക് സ്വന്തം അമ്മാവന്റെ മകള് സ്വന്തം അമ്മാവന്റെ മകൾക്ക് സ്വത്ത് കൊടുക്കുക. എന്താ പറ്റുവോ? അത് പറ്റൂല. അത് ഞങ്ങള് സ്വന്തം ഉമ്മാന്റെയും ബാപ്പാന്റെയും ഒരേ ബാപ്പാന്റെയും ഉമ്മാന്റെയും മക്കളാ. അവിടെ ബാപ്പയും ഉമ്മയും വ്യത്യാസമുണ്ട്. അപ്പൊ സ്വത്ത് കൊടുക്കുമ്പോ മാത്രം സ്വന്തം മകളല്ലേ?
സ്വത്തിന്റെ കഥ പറയുമ്പോഴേക്ക് ശരിക്കും മനസ്സിലായി സ്വന്തം പെങ്ങൾ ആരാണ്, സ്വന്തം അല്ലാത്ത പെങ്ങൾ ആരാണ്, ഉമ്മാന്റെ ഏട്ടത്തിന്റെ മകൾ ആരാണ്, ഉപ്പാന്റെ അഞ്ചന്റെ മോൾ ആരാണ്. സ്വത്ത് പറയുമ്പോ തിരിയും, മസാല പറയുമ്പോ മാത്രം ചില ആളുകൾക്ക് ഭയങ്കര സ്വന്തം പെങ്ങള്. അപ്പൊ സ്നേഹം കണ്ടാ തോന്നും പഠിച്ചോനെ എന്നാ പിന്നെ എനിക്ക് അങ്ങ് കൊടുത്താലോ എന്ന് തോന്നിപ്പോ ഭയങ്കര സ്നേഹമായിരിക്കും. ആ സ്നേഹം പറയുന്ന മുസ്ലിമിനോട് പറയണം, ശരിയാണ്, നീ പറയും പോലെ സ്വന്തം പെങ്ങളാക്കാം, നിന്റെ സ്വത്തിന്റെ വീതം അവനിക്കും കൂടി അങ്ങ് കൊടുത്താലോ, അവക്കും കൂടി അങ്ങ് കൊടുത്താലോ എന്ന് ചോദിച്ചാ പിന്നെ സ്വന്തം പറയാനുണ്ടാവൂല, പിന്നെ പെങ്ങളിനെ പറയാനുണ്ടാവൂ, സ്വന്തം പിന്നെ കാണാനുണ്ടാവൂല. എന്തുകൊണ്ട്? സ്വത്തിനെ സ്നേഹിച്ചത് ദീനിനെ സ്നേഹിച്ചിട്ടില്ല. ദുനിയാവിനെ സ്നേഹിക്കുമ്പോൾ അതിന് നല്ല ചൂടാണ്. ആഖിറത്തിനെ വേണ്ടതുപോലെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോ ഇങ്ങനെയുള്ള ആശയങ്ങൾ പറയുമ്പോ തോന്നിയാണ് സ്വന്തം പെങ്ങളല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നുള്ള ന്യായം തോന്നിയാണ്. ഓ വയല് കേൾക്കുന്ന ഉമ്മ, വയല് കേൾക്കുന്ന പെങ്ങളെ, കാണാനും തൊടാനും പറ്റാത്തവർ എന്ന് പറഞ്ഞ ആരാണ് എന്നറിയോ? നിനക്ക് വിവാഹബന്ധം പറ്റുന്നവരാരാണോ അവരൊന്നും നമുക്ക് അതെ അവരെല്ലാം നമുക്ക് കാണുന്നതും തൊടുന്നതും അല്ലാഹുവിന്റെ ദീനിനെ നിഷേധിച്ചിട്ടുണ്ട്. നിനക്ക് വിവാഹം കഴിക്കാൻ അല്ലാഹു തആല അനുവദിച്ച ആളാണോ അവരൊക്കെ കാണാനും തൊടാനും അല്ലാഹു തആല വിരോധിച്ചിട്ടുണ്ട്. കാണാനും തൊടാനും പറ്റണമെങ്കിൽ ഒന്നിരിക്കെ അവരെ കല്യാണം കഴിക്കണം. അല്ലെങ്കിൽ അവർ നിന്റെ സ്വന്തം പെങ്ങന്മാരായി മാറണം. ശരിയായ പെങ്ങള് വെറുതെ തൊള്ളോണ്ട് പറയുന്ന സ്വന്തം പെങ്ങളല്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, സ്വത്ത് പറയുമ്പോഴുള്ള സ്വന്തം പെങ്ങള് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഭയങ്കര ദീനിന്റെ വിഷയത്തിലാവുമ്പോ മാത്രം ഭയങ്കര സ്വന്തം പെങ്ങള്, ആ ചിന്താഗതി കൈവയ്ക്കണം. അല്ലാഹുവിന്റെ ദീൻ അത് മുസ്ലിമാണ് എന്ന് പറയുമ്പോ മുറുകി പിടിച്ച് ജീവിക്കാൻ പറ്റണം. അവിടെ പിന്നെ ഏതെങ്കിലും കസിൻസ് വന്നുണ്ടാക്കി ഇംഗ്ലീഷുകാരന്റെ സ്വഭാവമാകരുത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നത്. ഞാൻ പറഞ്ഞത് 5 കിലോമീറ്റർ ചിലപ്പോ ജിമ്മിൽ പോയിട്ട് ഓടാൻ തയ്യാറായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും ജിമ്മിൽ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ജിമ്മിലാണ്, ജിമ്മിൽ പോയിട്ടെങ്കിലും നമ്മളെ തടി നന്നായിട്ട് വേണ്ടാന്നും ഞാൻ പറയുന്നില്ല. അതേപോലെ ഈ ജിമ്മിൽ പോയിട്ടാണ് തടിയെടുക്കുന്നതെങ്കിൽ തടിയെടുക്കട്ടെ, അതൊന്നും വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് അതിന്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ അത് നടക്കുമ്പോഴേക്ക് നമുക്ക് തോന്നാൻ പാടില്ല, ഈ ചില ആളുകളുടെ കുറച്ച് ജിമ്മൊക്കെ എടുത്തിട്ട് ചെറുങ്ങനെ ഒന്ന് ഇവിടെ തടിച്ചാല് പിന്നെ തോന്നും ഇനി കുപ്പായൊന്നും വേണ്ട, കുപ്പായം വേണ്ട, ഓക്കെ സാരയില്ല, കുപ്പായം വേണ്ട, സമ്മതിച്ച്. ബനിയനും വേണ്ട, ഓക്കെ അതും സമ്മതിച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ ഉരുക്കളിയാണ്. എന്നിട്ടോ കാലിന്റെ അവിടെ ഇവിടെ ഇങ്ങനെ മസിൽ കാണിച്ചിങ്ങനെ നിന്നാ ഓൻ വിചാരിക്കുന്ന സ്വർഗത്തിലെത്തിയതാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ വിഡിത്തത്തെ അംഗീകരിക്കാൻ നിർവാഹമില്ല. ജിമ്മിന് നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളെ മസിൽ നന്നാക്കിക്കോളൂ, ആരോഗ്യം നന്നാക്കിക്കോളൂ, എല്ലാം വേണം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് വെറും തോന്നലാണ്. ഇപ്പൊ ജിമ്മിൽ പോകുമ്പോഴേക്ക് തോന്നാണ് ഞങ്ങൾ പുതിയ ജനറേഷൻ ഇങ്ങനെയൊക്കെയാണ്, നമ്മളെ പഴയ ജനറേഷനോ ഒന്നിനും പറ്റാത്ത തള്ളമാര്, താന്തവൈബന്മാര്, വെറും തോന്നലാണ്. അവര് നടന്നു. എന്റെ വാപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, 18 കിലോമീറ്റർ 20 കിലോമീറ്റർ എന്റെ വാപ്പ നടന്നിരുന്നു. എവിടേക്ക്? ഉപ്പന്റെ പെങ്ങളെ കാണാന്. ഉപ്പാപ്പന്റെ പെങ്ങളെ കാണാൻ 18ഉം 20ഉം കിലോമീറ്റർ ആഴ്ചയിൽ നടന്നിരുന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കൊക്കെ 100 അനുഭവം പറയാനുണ്ടാവും. നിങ്ങളെ വാപ്പാര കഥ പറയാനുണ്ടാവും, ഉപ്പാപ്പാര കഥ പറയാനുണ്ടാവും. അതുപോലെ എന്റെ വാപ്പ പറയുന്നത് ദർസിൽ പോകുന്ന കഥ പറയുന്നത് കേട്ടിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും 3 കിലോമീറ്റർ അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു. 2 കിലോമീറ്ററിൽ എന്തോ ഏറ്റക്കുറച്ചിലുണ്ട്, അതിന്റെ പേരിൽ കുഴപ്പമുണ്ടാക്കരുത്. 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ രാവിലെ നടന്നിരുന്നു, വൈകുന്നേരം നടന്നിരുന്നു ഒക്കെ ചിലപ്പോ വാപ്പന്റെ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ടാവും. അവര് നടന്നു. അവരെന്തിനാ നടന്നത്? കുടുംബ ബന്ധം ചേർക്കാൻ. അവരെന്തിനാ നടന്നത്? ദർസിൽ പഠിക്കാൻ. അവരെന്തിനാ നടന്നത്? പള്ളിയിൽ പോകാൻ. അവരെന്തിനാ നടന്നത്? ജോലിക്ക് പോകാൻ. അവരെന്തിനാ നടന്നത്? അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അധ്വാനിച്ച് പണം ഉണ്ടാക്കാൻ. അവർ നടന്നിട്ട് നടത്തം എന്ന് പറയുന്ന മഹത്വവും നേടി, അതോടൊപ്പം തന്നെ വലിയ കാര്യങ്ങളും നേടിയെടുത്തു. നമ്മളെ പുതിയ ജനറേഷൻ ഓടി. എന്തിനാ ഓടിയത്? ഓടാനാ ഓടിയത്. എങ്ങനെ? എന്തിനാ ഓടിയത്? നിങ്ങൾ ജിമ്മിൽ പോയി വരുന്ന കുട്ടീനോട് ചോദിക്കുക, അല്ല മോനെ നീ എന്തിനാ ഓടിയത്? ഓടാൻ തന്നെ. എന്തിനാ ഓടിയത്? ഓടാൻ തന്നെ ഉസ്താദേ, ഓടാൻ തന്നെയാ ഓടിയത്. അപ്പൊ ഓട്ടം എന്ന് പറയുന്ന ഒരേ ഒരു ഫലം, ഈ ഒരൊറ്റ ഫലത്തിനാ നമ്മൾ ഓടിയത്. പഴയ കാലത്തുള്ള മുൻഗാമികളെ നമ്മളെക്കാളും ചോറാന്നാ ഞാൻ പറഞ്ഞത്. അവര് 20 കിലോമീറ്റർ ഓടി. എന്തിനോടി? സ്വന്തം പെങ്ങളെ കാണാൻ. അള്ളാന്റെ അടുത്ത് കൂലിയും കിട്ടി, പെങ്ങളെ കണ്ട് കുടുംബ ബന്ധം ചേർത്തു, അതോടൊപ്പം അവർക്ക് ദീർഘായുസ് ഉണ്ടായി. ഞാൻ പറഞ്ഞതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുടുംബ ബന്ധം ചേർക്കുന്നവൻ ദീർഘായുസ് ഉണ്ടാകാൻ അത് കാരണമാണ്. അവർ സ്വന്തം കുടുംബ ബന്ധം ചേർത്തവർക്ക് ദീർഘായുസ് ഉണ്ടായി. നീ ട്രെയിനിന്റെ മേലെ ഇങ്ങനെ ഓടിയിട്ട് എന്തുണ്ടായി? മെഷീൻ 20 മിനിറ്റ് കൂടുതൽ ഓടിയപ്പോ മെഷീൻ കംപ്ലൈന്റ് ആയി. എന്റെ തടി എന്തായി? തടിയൊന്നും ആയിട്ടില്ല. ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നേ. ഒരാഴ്ച ഓടും, പിറ്റേ ദിവസം ഓടൂല. പിന്നെ 3-4 ദിവസം ഉണ്ടാവും, പിന്നെ പോവും, പിന്നെയും ജിമ്മിൽ പോവും. എല്ലാവരും കളിയാക്കുമ്പോ പോവും, പിന്നെ അവിടെ പൈസ അടക്കും, പിറ്റേത്തെ വർഷം പിന്നെ എടുക്കും. കുറെ ദിവസം പോവും, കുറെ ദിവസം പോവില്ല, കുറെ ദിവസം പോവും, കുറെ ദിവസം പോവില്ല. എന്റെ ഇടയ്ക്ക് ഇങ്ങനെ തടിക്കുമ്പോൾ തോന്നും ഒന്ന് ജിമ്മലായിട്ട് ഇങ്ങനെ നിന്നാലോ എന്ന് തോന്നും. എന്താർത്ഥാണുള്ളത്? നമ്മളെ പഴയ കാലത്തുള്ള മുൻഗാമികൾ അവർക്കൊന്നും മസിൽ ഉണ്ടായിട്ടില്ലേ?
ഇവന്റെ നൃത്തം കണ്ടാത്തൊന്നും പഴയ കാലത്തുള്ള ആളുകൾക്കൊന്നും ഇവിടെ മസിലൊന്നുമില്ല, ഇറച്ചിയൊന്നുമില്ല, വെറും എല്ല് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇങ്ങനെ ഒന്നും എടുക്കാതെ ഒരു നാണമില്ലാതെ മുസ്ലിം ഇങ്ങനെ നിൽക്കുകയാണ്. എന്തിന്? ആളുകളെ മുന്നിൽ കാണിക്കാൻ. ഓൻ ഭയങ്കര മസിലുണ്ടാക്കി എന്ന് കാണിക്കാൻ ഔറത്ത് മറക്കാതെ നിൽക്കാണ്. പോകട്ടെ, അവൻ കുപ്പായിടാതെ ബനിയനിടാതെ നിന്നു പോട്ടെ, അത് വിട്ടേക്കാം. എന്നാ പിന്നെ ഈ ഔറത്ത് മറക്കണം എന്നുള്ളൊരു ചിന്താഗതിയെങ്കിലും ഇല്ലാത്ത രൂപത്തിലേക്ക് നമ്മുടെ ന്യൂ ജനറേഷൻ തള്ളപ്പെട്ടു പോകരുത് എന്നാ ഞാൻ പറയുന്നത്. ഔറത്ത് മറക്കാനുള്ള ഒരു മനസ്സെങ്കിലും സന്മനസ്സെങ്കിലും ഉണ്ടാകണം. ഒന്നും വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, ജിമ്മിന് പോകണ്ടാന്ന് ഞാൻ പറയുന്നില്ല, ആരോഗ്യം നന്നാക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഫുട്ബോൾ കളിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വോളിബോൾ കളിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കളിക്കല് നല്ലതാണ്, ഒക്കെ ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷേ നമ്മുടെ ദീനിന്റെ ആശയങ്ങളെ കൊന്നുകളഞ്ഞിട്ടുള്ള കളിയാകരുത്. ഔറത്ത് മറിച്ചില്ലെങ്കിൽ മാത്രമേ ഫുട്ബോൾ കളിക്കാൻ പറ്റുള്ളൂ, മുട്ടിന്റെ മേലുള്ള ടൗസർ എടുത്താലേ കളിക്കാൻ പറ്റുള്ളൂ. ആര് പറഞ്ഞു? നിങ്ങൾ മുട്ടിന്റെ താഴെയുള്ള ടൗസർ ഇട്ടൊന്ന് കളിച്ചോക്കെ, കളിക്കുന്ന കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പിന്നെ അത് ഇംഗ്ലീഷുകാരന്റെ സംസ്കാരം ഒന്ന് പകർത്തിയിട്ടേ കളിക്കാവൂ എന്നുള്ള തോന്നല്. അവിടെയാ നമ്മളെ ഈമാനിന് ചൂട് വേണ്ടത്. നമ്മളെ വിശ്വാസത്തിന് തകരാറ് വരുന്ന കളി ഉണ്ടാകരുത്, കാര്യം ഉണ്ടാകരുത്, കാര്യം തന്നെ ഉണ്ടാകരുത്, പിന്നെയല്ലേ കളി ഉണ്ടാകല്. വിശ്വാസത്തിന് തകരാറ് വരുന്ന ഒരു പ്രവർത്തനവും ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് സംഭവിച്ചു പോയാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായി പറയാൻ അതല്ലാത്ത മറ്റൊന്നും ലോകത്തുണ്ടാകൂല. എന്ത് നഷ്ടപ്പെട്ടാലും ഈമാൻ നഷ്ടപ്പെട്ടു പോകരുത്. എന്ത് തന്നെ മിസ്സായി പോയാലും ഈമാൻ മിസ്സായി പോകരുത്. അതുകൊണ്ടല്ലേ മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലാ നബീനാ അലൈഹിസ്സലാം കൊട്ടാരത്തിൽ ജീവിക്കുന്നു. സുഖഭദ്രമായ ജീവിതമാണ്, എന്തെല്ലാം സൗകര്യങ്ങളാണ്. ആ കൊട്ടാരത്തിലെത്തിയിട്ടോ അത് കേൾക്കുന്ന പെങ്ങളെ, ചെറുപ്പക്കാരാ, കോളേജിലെത്തിയിട്ട് ഏതോ ഒരു പെൺകുട്ടിയുടെ പുഞ്ചിരി കാണുമ്പോഴേക്ക് എല്ലാം മറന്നുപോയ കൂട്ടുകാര് മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലാ നബീനാ അലൈഹിസ്സലാം കൊട്ടാരത്തിലെത്തിയിട്ട് ആരാ പുഞ്ചിരിച്ചത് എന്നറിയോ? അസീസിന്റെ ഭാര്യയാണ്. കൊട്ടാരത്തിലെ രാജ്ഞിയുടെ പുഞ്ചിരിയാണ്. എന്തിനാണ്? തിന്മയിലേക്ക് വിളിക്കാനാണ്. ആ തിന്മയിലെ വിളിക്കുത്തരം നൽകിയാൽ ഭൗതിക ലോകത്ത് കിട്ടേണ്ടതൊക്കെ കിട്ടാൻ അത് മതിയായി പോയി. കാരണം കൊട്ടാരത്തിലെ രാജ്ഞിയുടെ ചിരിയാണല്ലോ, കൊട്ടാരത്തിലെ രാജ്ഞിയുടെ അംഗീകാരമാണല്ലോ. ഈ അംഗീകാരത്തിന് വേണ്ടിയാ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ കൊട്ടാരത്തിലെ രാജ്ഞിയുടെ പുഞ്ചിരി. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ദുആ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ. അല്ലാഹ്, ഈ കൊട്ടാരത്തിൽ കിട്ടുന്ന പ്രേമത്തെക്കാൾ, അതിന്റെ പേരിൽ കിട്ടുന്ന സുഖങ്ങളെക്കാൾ, അതിന്റെ പേരിൽ കിട്ടുന്ന സൗകര്യങ്ങളെക്കാൾ, അതിന്റെ പേരിൽ കിട്ടുന്ന സമാധാനത്തെക്കാൾ, അതിന്റെ പേരിൽ കിട്ടുന്ന അംഗീകാരത്തെക്കാൾ, അതിന്റെ പേരിൽ കിട്ടുന്ന അംഗീകാരവും ഭരണത്തെക്കാളും ഞാൻ കാണുന്നത് റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ. ഇതിനേക്കാളൊക്കെ ഞാൻ ഏറ്റവും മഹത്വം കാണുന്നത് കുറ്റമിത്രങ്ങൾ ചെയ്ത ആളുകളുണ്ടല്ലോ, കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകൾ കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, തിന്മ ചെയ്ത ആളുകൾ കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, ശിക്ഷിക്കപ്പെടാൻ ജയിലറയാണല്ലോ സെലക്ട് ചെയ്യാറുള്ളത്. അല്ലാഹ്, റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ, ഇതിനേക്കാൾ എനിക്ക് താല്പര്യം ജയിലറയാണ് അല്ലാഹ്. ഇതിനേക്കാൾ എനിക്ക് ഇഷ്ടം ജയിലറയാണ് അല്ലാഹ്. ഏതോ ഒരു അന്യപെണ്ണിന്റെ ചാറ്റിങ്ങിനേക്കാൾ, ഏതോ ഒരു അന്യപെണ്ണിന്റെ സല്ലപിക്കലിനേക്കാൾ, ഏതോ ഒരു അന്യപെണ്ണിന്റെ കണ്ണിന്റെ നോട്ടങ്ങളേക്കാൾ, ഏതോ ഒരു അന്യപെണ്ണിന്റെ പ്രേമത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ജയിലറയാണ് അല്ലാഹ്. നബിയുല്ലാഹി യൂസുഫ് അലാ നബീനാ അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ആരെ ദുആയ? പ്രവാചകന്റെ ദുആയല്ലേ. ഇജാബത്ത് കിട്ടൂ എന്നുള്ളതിൽ എന്ത് സംശയിക്കാനാണ്? യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലറയിലെത്തിപ്പോയി, ദുആക്ക് ഇജാബത്ത് കിട്ടിപ്പോയി. വലിയാരെ പിന്നെ ജയിലറയിലായില്ലേ? അതിനേക്കാളും നല്ല പ്രേമിക്കലായിരുന്നില്ലേ? അതാ ഞാൻ പറയാൻ പോകുന്നത്. ചിലപ്പോൾ ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും, ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും, തരണം ചെയ്യേണ്ടി വന്നാലും, താൽക്കാലികമായ പ്രശ്നങ്ങളായി
കാണരുത്. ശരിയായ സത്യത്തിന് വേണ്ടി പോരാടുമ്പോ, നന്മക്ക് വേണ്ടി പോരാടുമ്പോ എനിക്കും നിനക്കും തരേണ്ടവൻ അല്ലാഹുവാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ റബ്ബിന്റെ കൊടുതിയിലാണ് നിന്റെ പ്രതീക്ഷയെങ്കിൽ, ആ റബ്ബിലാണ് നീ നന്മയും തിന്മയും പ്രതീക്ഷിക്കുന്നതെങ്കിൽ, വഅദ് കേൾക്കുന്ന മുസ്ലിമേ, അള്ളാന്റെ ഖജനാവിൽ നമുക്ക് തരുന്നതിന് തടസ്സമില്ല. തരുന്നതിന് ഒരാളെയും ഭയപ്പെടേണ്ടതില്ല. ഒരു രാജാവ് തടസ്സമില്ല, ഒരു മന്ത്രി തടസ്സമില്ല, ഒരു ഭരണം തടസ്സമില്ല, ഒരു രാജ്യം തടസ്സമില്ല, ലോകം തന്നെ തടസ്സമല്ല. ഇത് പഠിപ്പിക്കുകയാണ് നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാം കൊട്ടാരത്തിൽ നിന്ന് പിന്നെ പോകുന്നത് ജയിലറയിലേക്ക്. ജയിലറയിലെത്തിയിട്ട് ഒരു നിമിഷം പോലും ചിന്തിച്ചില്ലല്ലോ, പഠിച്ച റബ്ബേ ഞാൻ തൽക്കാലം മോളോട് ചിരിച്ചാ മതിയായിരുന്നു, ഈ കഷ്ടപ്പാട് ഞാൻ കഷ്ടപ്പെടേണ്ടതില്ലല്ലോ എന്ന ചിന്ത യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ പ്രേമത്തിന്റെ പിന്നാലെ പോയില്ലോ. കേൾക്കുന്ന കൂട്ടുകാരി, തൽക്കാലം സമയം പോക്കിനായിട്ട്, തൽക്കാലം ഒരു രസത്തിനായിട്ട്, തൽക്കാലം കഴിച്ചുകൂട്ടാനായിട്ട് ഇത്തരം സ്വഭാവം നമ്മളെ ജീവിതത്തിലുണ്ടോ? നമ്മളെ പുരോഗതിയെ കൊന്നുകളയൂ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. നമ്മളെ പുരോഗതിയെ ഇല്ലാതാക്കി കളയും, നമ്മുടെ ലക്ഷ്യബോധത്തെ ഇല്ലായ്മ ചെയ്തു കളയും, നമ്മൾ എവിടെയാണ് എത്തിച്ചേരേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഓർമ്മയില്ലായ്മ ചെയ്തു കളയാൻ ഇത് കാരണമായി പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ അഗ്നിനാ ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ജീവിതത്തിൽ പഠിച്ചു വെച്ചോ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കോ. അല്ലാഹുമ്മ അഗ്നിനാ ബിഹലാലിക. അല്ലാഹ് ഹലാലിനെ കൊണ്ട് നീ എനിക്ക് എന്നെ ഐശ്വര്യം നൽകണേ അല്ലാഹ്. ഹറാമിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. ഹറാമില്ലാതെ ഹലാല് കൊണ്ടുതന്നെ എന്റെ ജീവിതത്തിൽ ആവശ്യമുള്ളതൊക്കെ ഹലാലിൽ തന്നെ നീ സുഖം നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്. ഓ വഅദ് കേൾക്കുന്ന മുസ്ലിമേ, അങ്ങനെയുള്ള ചിന്ത മനസ്സിൽ കടന്നു വരുന്നുണ്ടോ? ഹലാല് കൊണ്ട് തൃപ്തിപ്പെടാൻ ശ്രമിച്ചു, വൈവാഹിക ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു. ഇതല്ലാതെ അള്ള വിരോധിച്ച ഹറാമായ വഴിയിൽ അതേ ഫോക്കസ് ചെയ്യുന്ന സ്വഭാവമുണ്ടോ? ജീവിതത്തിൽ ബറക്കത്തുണ്ടാകൂല, ജോലിയിൽ പുരോഗതി ഉണ്ടാകൂല, ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകൂല. ചില ആളുകളുണ്ട്, അവർക്ക് ഫോണ് വെക്കാൻ കഴിയൂല. എന്താ കാരണം? ഭയങ്കര പണിയായിട്ടല്ല, ഫോണ് ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റൂല. എന്തുകൊണ്ട് വെക്കാൻ പറ്റൂല? എപ്പോഴും ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ മശൂലാണ്, വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നില്ല, ആലോചിക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഓ എന്റെ യുവാക്കള്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയാണ്, യാ മഅ്ശറ ശബാബ്, ഓ യുവാക്കള്, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാത ഫല്യതസവ്വജ്. വിവാഹം കഴിക്കണോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫല്യതസവ്വജ്, വിവാഹം കഴിക്കണേ. എന്തൊരു പ്രചോദനമുള്ള വാക്കാണ്! വിവാഹം കഴിക്കാനാണ് നബി തങ്ങൾ പ്രചോദനം തന്നത്, വിവാഹം കഴിക്കാത്ത ജീവിതത്തിനല്ല പ്രചോദനം തന്നത്. അതുകൊണ്ടാ നിക്കാഹിന്റെ ഖുതുബയിൽ നമ്മൾ ഉസ്താദ് ഹദീസ് ഓതിയിട്ട് പറഞ്ഞില്ലേ, ഫഖദ് അഹറസ ഫീ സുലുസൈ ദീനി, മൂന്നിലൊരു ഭാഗം ദീനിന്റെ പൂർത്തീകരിക്കാൻ വൈവാഹിക ജീവിതം കാരണമാണ് ജനങ്ങളെ. അതിനെന്ത് വേണമെന്നറിയോ? വൈവാഹിക ജീവിതം ആ രൂപത്തിൽ ആത്മീയമായിരിക്കണം. ഇപ്പൊ വൈവാഹിക ജീവിതമൊക്കെ ആത്മീയമായി നടക്കുന്നത് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല, വളരെ കുറഞ്ഞുപോയി. പറയുമ്പോ എല്ലാവരും പറയും ശരിയാ മൊയ്ലിയാരെ, ശരിയാ മൊയ്ലിയാരെ. പറയുന്ന പറയലും അങ്ങനെ തന്നെ, ശരിയാന്ന് പറയുന്നവന്റെ വീട്ടിലും അങ്ങനെ തന്നെ. അങ്ങനെയാകുന്ന ഒരു ലോകം വരുമെന്ന് പ്രതീക്ഷിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അക്കാലത്തിൽ പോയി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലുണ്ടോന്നല്ല. എന്റെ വീട്ടിൽ 5 കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ ഊഫി കൊണ്ട് ഇന്ന് വരെ ഒരൊറ്റ അന്യ പെണ്ണും പുരുഷനും ഒന്നിക്കുന്ന രൂപത്തിൽ അനുവദിച്ചുകൊണ്ട് ഒരു കല്യാണം നടന്നിട്ടില്ല. എന്റെ നാട്ടുകാരും വയലൊക്കെ ഉണ്ടാവുമല്ലോ, അവർ പറയട്ടെ. എന്നാല് ഇന്ന് വരെ നടന്നിട്ടില്ല. അത് നിങ്ങളെ പവറാണോ? എന്റെ പവറൊന്നുമല്ല. ബാപ്പന്റെ ആ ഒരു നിർബന്ധവും ബാപ്പന്റെ ആ സൂക്ഷ്മതയും കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലെ ഒരാളും അങ്ങനത്തെ ചിന്തയും കൊണ്ട് വീട്ടിൽ തന്നെ വരുന്നില്ല. ഇപ്പൊ ചില ആളുകൾ ഞാൻ പറയും, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറഞ്ഞാൽ കേൾക്കുമോ മൊയ്ലിയാരെ? അതെ, നമ്മളൊക്കെ വാപ്പാന്റെ മക്കളുണ്ട്, നമ്മളൊക്കെ പറഞ്ഞു കേട്ടല്ലോ. ഒരു വാപ്പാന്റെ മക്കളല്ലേ നമ്മളും? ഞാൻ മാത്രല്ല, നൂറുകണക്കിന് മുത്തഅല്ലിമീങ്ങളുടെ വൈവാഹിക ജീവിതം നടക്കില്ലേ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു മുത്തഅല്ലിമിന്റെ കല്യാണത്തിന് പങ്കെടുത്തു. എന്തൊരു ബറക്കത്തുള്ള കല്യാണമാണ്, എന്തൊരു സന്തോഷമുള്ള കല്യാണമാണ്. ശരിക്കും ഇസ്ലാമികമായ രൂപത്തിൽ നടന്ന കല്യാണം. എന്തൊരു സന്തോഷമുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങളെ ഈ കാസർഗോഡ് ഭാഗത്തൊന്നും ഇല്ല എന്നാ ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞ വകയിൽ പുതുതായിട്ട് തുടങ്ങരുതേ. കല്യാണ വീട്ടിൽ ഇപ്പോ
നിക്കാഹിന്റെ സ്റ്റേജിന്റെ മുന്നിൽ കൊടയും ചൂടിയിട്ട് പെൺകുട്ടിയെ കൊണ്ടുവന്നിരുത്തണം, എന്നാലേ നിക്കാഹാകൂന്ന് വിചാരിക്കുന്ന ചില മുസ്ലിമീങ്ങള്. ഏതോ മതക്കാരല്ല, അത് നമ്മളെന്ത് പറയണം? ഏതോ മതക്കാരെ കഥ നമ്മൾ പറയണ്ടില്ലല്ലോ. ഞാൻ നമ്മളെ മതത്തിന്റെ കാര്യമാണ് പറയുന്നത്. വലിയ നമ്മളെ മതത്തിൽ അതൊന്നും പറ്റൂല. അപ്പോഴൊക്കെ ചില ആളുകൾ 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ആളുകളാണ്. 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ ഏത് കാലത്ത് നമ്മൾ വിചാരിക്കുന്നത്? അള്ളാഹു അങ്ങനെ ഒരു അവസരം തന്നിരുന്നെങ്കിൽ എത്ര വലിയ സൗഭാഗ്യമായിരുന്നു. പടച്ച റബ്ബേ, ആ കാലത്ത് ജീവിച്ചവരൊക്കെ ബർക്കത്തുണ്ട്, ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. ചില ആള് പറയാണ് 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരായവരൊക്കെ ഇന്നത്തെ കാലത്ത് ജീവിക്കേണ്ടവരല്ല. 6-ാം നൂറ്റാണ്ട് തന്നെ അത്ര മോശം നൂറ്റാണ്ടാന്നാ നീ വിചാരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലയളവിനെ കുറിച്ചാണ് പറയുന്നത്. അക്കാലത്ത് ജീവിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ ആരായിരുന്നു നമ്മളൊക്കെ? ആരായിരുന്നു? നിന്റെ മൊബൈൽ ഫോണും ഇന്നത്തെ കാലത്തുള്ള സംവിധാനമൊക്കെ ഉണ്ടായപ്പോഴേക്ക് നിനക്ക് തോന്നിയോ അന്നത്തെ കാലം മോശമാണ്? അന്ന് അവര് ജീവിച്ചതുപോലെ സന്തോഷത്തിൽ ജീവിക്കാൻ നമ്മളെ ജീവിതത്തിൽ ഒരൊറ്റ ദിവസം ഉണ്ടായിട്ടില്ല എന്നാ ഞാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വഹാബത്ത് ഇരുന്നിട്ട് ഒരു സെക്കൻഡ് അവർക്ക് കിട്ടിയ സുഖം ഉണ്ടല്ലോ, ആ ഒരു സുഖം നമ്മളെ ജീവിതം മുഴുവൻ നമ്മൾ ജീവിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്നാ ഞാൻ പറയുന്നത്. ഞാൻ വെറുതെ പറയല്ല. മൊബൈൽ ഫോണും സംവിധാനവും സൗകര്യവും ഒക്കെ ഞാൻ കാണുന്നുണ്ട്, ഒന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ആ സുഖം നീ തെറ്റിദ്ധരിച്ചതാ. അതൊക്കെ ആ സുഖം നിങ്ങൾ മനസ്സിലാക്കിയോ? എന്തെങ്കിലും സുഖത്തിന് മുമ്പ് കാലത്ത് കുറവുണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഫിർഔൻ ജീവിച്ചില്ലേ ഇവിടെ? ഏത് കാലത്ത് ജീവിച്ച? മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ജീവിച്ചതാ ഫിർഔൻ. ഏത് കാലത്ത്? 6-ാം നൂറ്റാണ്ടിലും അല്ല, BC-യിൽ ജീവിച്ചതാ മൂസാ നബി അലൈഹി സ്വലാം. ആ മൂസാ നബി അലൈഹി സ്വലാം 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചപ്പോ ഫിർഔൻ ഉണ്ടായില്ലേ ഇവിടെ? ഫിറോവിന് തോന്നിയോ 2021 വരാനില്ലേ, ഞാൻ വലിയ അഹങ്കാരി ഒന്നും ആണ്ടാന്ന് തോന്നിയോ ഫിറോവിന്? എത്ര വലിയ അഹങ്കാരിയായിരുന്നു. ഞാൻ പഠിച്ചോനാന്നാ പറഞ്ഞത്. അത് പറയിപ്പിച്ച് എങ്ങനെയാണെന്ന് അറിയോ? അവന്റെ ജീവിതത്തിൽ അവന് കിട്ടിയ സുഖങ്ങൾ കൊണ്ട് അവനക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഏറ്റവും ഉന്നതിയിലാണ് അവന് തോന്നിയിട്ടുണ്ട്. ഒരു ദിവസം പോലും ആ ഫിറോന്റെ മനസ്സ് തോന്നിയിട്ടില്ല ഞാൻ പഠിച്ചോനൊന്നും ആകാനായിട്ടില്ല. 2025 വരാണ്ട്, 26 വരാണ്ട്, മൊബൈൽ വരാണ്ട്, ഇന്റർനെറ്റ് വരാണ്ട്, ഫ്ലൈറ്റ് വരാണ്ട്, സംവിധാനം വരാണ്ട്, അന്നത്തെ കാലമൊക്കെ വരാനുള്ളത് കൊണ്ട് ഞാൻ ഇതൊന്നും പറയണ്ടെന്ന് അവർക്ക് തോന്നിയോ? ഏറ്റവും ഉന്നതമായ അഹങ്കാരിയായിട്ട് ഇന്നും ലോകത്തറിയപ്പെടുന്നു ഫിറഔനുൽ ലഈൻ. എന്തുകൊണ്ട്? അവൻ അവന്റെ കാലത്തും സുഖിച്ചിട്ടുണ്ട്. അവരുടേതായ സുഖം എത്രയോ അവർ സുഖിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ സുഖിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ സുഖം നമ്മൾ ഉപ്പാപ്പാരൊക്കെ അവർ ചെറുപ്പകാലത്ത് സുഖിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് പറയും. നിങ്ങൾ വീട്ടുകാലത്തൊന്നും സൂചിച്ചില്ലേ? ഒരു സുഖം ഉണ്ടായില്ലേ? ഭയങ്കര സുഖമായിരുന്നു എന്ന് അവർ പറയാം. കാരണം പല വിവരവും വാട്സപ്പ് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അറിയില്ലായിരുന്നു. അതുകൊണ്ട് കുറെ സമയം അതിനും സമയം കിട്ടുമായിരുന്നു, ആസ്വദിക്കാൻ തന്നെ കിട്ടുമായിരുന്നു. ഇപ്പൊ എല്ലാം അറിഞ്ഞിട്ട് പ്രശ്നമാണ്. ഭാര്യനോട് മറച്ചു വെക്കാൻ പറ്റൂല, ഭർത്താവിനോട് മറച്ചു വെക്കാൻ പറ്റൂല, കുടുംബത്തോട് മറച്ചു വെക്കാൻ പറ്റൂല. മരണ വാർത്ത നമ്മൾ അറിയിക്കണ്ടെന്ന് തീരുമാനിച്ചിട്ട് കാര്യമില്ല, സംഗതി അവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? മരണ വാർത്ത ദുബായിൽ ഒരാൾ മരിച്ചാൽ നാട്ടിലാണ് ആദ്യം അറിയാം, നാട്ടിലൊരാൾ മരിച്ചാൽ ആദ്യം ദുബായിൽ അറിയാം. അങ്ങനെയായപ്പോ അവിടെ ഉള്ളത് ആദ്യം ഇവിടെ അറിയും, ഇവിടെ ഉള്ളത് അവിടെ ആദ്യം അറിയും. ഈ രൂപത്തിൽ പരസ്യങ്ങൾ മാത്രം ലോകത്ത്. ഇതിന് ഭയങ്കര സുഖാന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിനൊരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതുകൊണ്ട് അറ്റാക്കുകൾ അധികരിച്ചത് വെറുതെ ഒന്നല്ല. മൂല്യാരെ അതിനുള്ള സംവിധാനവും ഹോസ്പിറ്റലൊക്കെ കുറെ ഇല്ലേ? ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ച്. ഭയങ്കര ഹെൽത്തിൽ ഭയങ്കര പുരോഗതി മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ എന്ത് കുന്തം നേടിയെന്നാ പറയുന്നത്? 110 വയസ്സ് ജീവിക്കുന്ന ഒരു 110 ആളെ കാണിച്ചു തരുമോ നിങ്ങള്? 110 വയസ്സ് ജീവിക്കുന്ന ഒരു 110 ആളെ നമ്മളെ ഈ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ നിങ്ങളൊന്ന് കാണിച്ചു തരുമോ? എത്ര ആളുണ്ട് നമ്മളെ ഈ പരിസരത്ത് 110 വയസ്സ് ജീവിച്ച, അല്ലെ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന 110 വയസ്സിൽ നിങ്ങളെ അറിയാം? അറിയില്ല. നിങ്ങൾക്കറിയാം? ആർക്കെങ്കിലും അറിയോ 110 വയസ്സുള്ള ഒരാൾ നിങ്ങളുടെ നാട്ടിലുള്ള? കാസർഗോഡ് ജില്ലയിൽ ഒരാളായിരിക്കും പരിചയമുണ്ടോ? ഒരു മനുഷ്യനും ഇറങ്ങണില്ല. പണ്ട് കാലത്ത് 100ഉം 110 വയസ്സൊക്കെ ജീവിച്ച ആളുണ്ടായില്ലേ? ഉണ്ടായിട്ടില്ലേ? നിങ്ങളൊക്കെ പരിചയത്തിൽ ഉണ്ടായിട്ടില്ലേ? പഴയ കാലത്ത് ഉണ്ടായിട്ടില്ലേ? 110 വയസ്സൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലോ ഇന്നത്തെ നമ്മളെ ക്ലിനിക്കിന്റെ സംവിധാനം പോലും ഇല്ലായിരുന്നു എന്ന്. എന്നിട്ടോ 110 ജീവിച്ചിരുന്നു ഇവിടെ. ഒരു പ്രശ്നമില്ലാതെ ആളുകൾ ജീവിച്ചു. ഇപ്പൊ പുതിയ ജനറേഷൻ ചില ആളുകൾക്ക് തോന്നുകയാണ് ഞങ്ങൾ പുതിയ ജനറേഷനാണ്, ഉടുക്കാത്ത ജിമ്മന്മാരാകണം, ഞങ്ങൾ പുതിയ ജനറേഷനാണ്, ഞങ്ങൾക്ക് എല്ലാ പെണ്ണും ആണും എല്ലാം ഒരുപോലെയാണ്, ഞങ്ങൾ എല്ലാ സദസ്സിലും എല്ലാ തോന്നിയവസവും കളിക്കും. എന്ത് ചിന്താഗതിയാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. എന്ത് കുന്തം നേടിയെന്നാണ് ഇവർ പറയുന്നത്? കുറച്ച് ടെക്നോളജി പുരോഗമിക്കുമ്പോഴേക്ക് നമ്മളെല്ലാം നേടി എന്നുള്ള തോന്നലിന്റെ അപ്പുറത്ത് എന്ത് നേടി മനുഷ്യൻ ഇവിടെ ഒന്നും നേടിയിട്ടില്ലേ? മനുഷ്യൻ നേടിയിട്ടില്ല, യഥാർത്ഥത്തിൽ ഒന്നും നേടിയിട്ടില്ല. കുറച്ച് സംവിധാനങ്ങളെ മനുഷ്യൻ അവിടെ ഇവിടെ ഉള്ളതൊക്കെ കൂട്ടിയിട്ട് ഉപയോഗപ്പെടുത്തി എന്നതിന്റെ അപ്പുറത്ത് യാഥാർത്ഥ്യത്തിൽ മനുഷ്യന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കിട്ടിയോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്താണ് അവന്റെ ആരോഗ്യം എന്ന് പറയുന്നത്, അല്ലേ? ആരോഗ്യത്തെക്കാൾ വലിയ സ്വത്തെന്താ? നമ്മളെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സ്വത്താണ് ആരോഗ്യം, അല്ലേ? ഒരു നേരം കയ്യിന്റെ വിരലിന്റെ തുമ്പില് ഒരു ചെറിയ വേദന വന്നാൽ അതിന്റെ ബഹുമാനം അറിയല. നമ്മളെ നഖം ഉണ്ടല്ലോ, ആ നഖം വെട്ടുന്ന സമയത്ത് അല്പം ഒന്ന് കയറ്റി വെട്ടി നോക്കിയാൽ മതി, അധികമൊന്നും വേണ്ട.
ഞാൻ പറയുന്നത് നമ്മളെ ഇപ്പൊ നാഷണൽ ഹൈവേ വന്നില്ലേ, ആ ഹൈവേ പോലെ നിങ്ങളെ നഖം വെട്ടിക്കളണമെന്നല്ലേ. നമ്മളെ നഖം വെട്ടുമ്പോൾ ലേശം ഒന്ന് ഒരു കുറച്ചൊരല്പം ഒന്ന് കയറ്റി വെട്ടിയാൽ മതി, 2 ദിവസത്തേക്ക് ആ കയ്യിന്റെ വേദന നമുക്ക് മാറൂല. എന്താ വലിയരെ ഒന്നും അനുഭവമില്ലെങ്കിൽ ഒന്ന് വെട്ടി നോക്കുക, അപ്പൊ മനസ്സിലാവും. ആ ഒരൊറ്റ വേദന മതി നമ്മളെ ജീവിതത്തിന്റെ താളം തെറ്റിക്കാൻ. നമ്മൾ ഇതുപോലെ നമ്മളെ ജീവിതത്തിൽ ചെയ്യുന്ന ഇത്തരം നമ്മളെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ ഒരു ചെറിയ അബദ്ധത്തിൽ ചെയ്തു വെക്കുന്ന പണി മതി. കോഴിക്കോട് ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റല്, ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ ഇടിച്ച് താഴ്ത്തലോ പുരോഗതി പറയലോ അല്ല എന്റെ ഉദ്ദേശം. ആ ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്തു. എനിക്ക് വളരെ പരിചയമുള്ള ആളാണ്. അള്ളാഹു ആ പെൺകുട്ടിയെ ശ്രോതാക്കളെ കൂട്ടത്തിൽ പെടുത്തി കൊടുക്കട്ടെ. ആ പെൺകുട്ടിയെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുമ്പോ ഡോക്ടർ പറഞ്ഞെന്താണെന്ന് അറിയാം, ഓപ്പറേഷൻ താക്കോൽ ദ്വാരം വെച്ചിട്ടുള്ള ഓപ്പറേഷൻ ആണ്. ഓപ്പറേഷൻ കഴിഞ്ഞാൽ വൈകുന്നേരം ഭർത്താവിനെയും കൂട്ടി ഡ്യൂട്ടി പോയിക്കോന്നാ. അങ്ങനെ പറഞ്ഞിട്ട് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയത്. ആ കുട്ടി പിന്നെ മയ്യത്തായിട്ടാണ് പുറത്തേക്ക് വന്നത്. അള്ളാഹു കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ആ പെൺകുട്ടിയുടെ ഖബർ അള്ളാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. ഇതാ നമ്മളെ ടെക്നോളജി എന്ന് പറഞ്ഞാലേ, ഇതാ നമ്മൾ ഈ പറയുന്ന സംവിധാനം എന്ന് പറയുന്നത്. പുതിയ സംവിധാനവും സൗകര്യവും ഒക്കെ ഇല്ലേ മൊയ്ലിയാരെ? എന്നിട്ട് നിങ്ങൾ ആധുനിക യുഗത്തിൽ ഇപ്പോഴും 6ാം നൂറ്റാണ്ട് പറയാണോ എന്ന് ചോദിക്കുന്നവരോടാ ഞാൻ ചോദിക്കുന്നത്. എന്ത് നേടിയെടുത്തു എന്നാ പറയുന്നത്? ഒരു വയസ്സ് പോയിട്ട് ഒരു ദിവസം അധികരിപ്പിക്കാൻ കഴിയുന്ന ശക്തി ഉണ്ടോ ഇവിടെ? ഇല്ല മൊയ്ലിയാരെ. വേദനാ സമഹാരികൾ ഒരുപാടില്ലേ? മരുന്ന് കുടിച്ചിട്ട് തൽക്കാലം വേദന അടക്കി വെച്ചാൽ വേദന ഇല്ലാണ്ടാവോ? അതിനുള്ള സംവിധാനം ഇല്ലേ എന്ന് ചോദിക്കും. തേർപ്പിക്കാനുള്ള സംവിധാനം ഇല്ലേ? തേർപ്പിച്ചത് കൊണ്ട് വേദന ഇല്ലാതാവോ? തേർപ്പിച്ചത് കൊണ്ട് വേദന അറിയൂല എന്നാ പറയുന്നത്. വേദന ഇല്ലാതാവൂലേ? മനുഷ്യൻ ഇതുവരെ കണ്ടുപിടിക്കേണ്ട ഇത്തരം ആവശ്യമുള്ള സംഗതികളൊന്നും മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല. ആയുസ് അധികരിപ്പിക്കാനുള്ള സാധനം കണ്ടുപിടിച്ചിട്ടില്ലേ? മറിച്ച് ആയുസ് ചുരുങ്ങി പോവാണ്. വലിയരെ എന്താ അതുകൊണ്ടാ പകരം റോബോട്ടിനെ കണ്ടുപിടിച്ചത്. എന്നാ റോബോട്ട് ഉണ്ടായ മനുഷ്യനാവോ? റോബോട്ട് ഉണ്ടായ മനുഷ്യനാവോ? എന്റെ പ്രസംഗത്തിന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. റോബോട്ട് ഉണ്ടായ മനുഷ്യനാകൂ എന്നുള്ള തോന്നലുണ്ടോ? ഖിയാമത്ത് നാൾ വരെ റോബോട്ടുകൾക്ക് മനുഷ്യനാകാൻ സാധിക്കൂല. മനുഷ്യനെടുക്കുന്ന പണിയൊക്കെ എടുക്കൂലേ എന്ന് ചിലപ്പോ തോന്നും. ചിലപ്പം ഭാര്യയാകൂലേ, ഭർത്താവാകൂലേ എന്നൊക്കെ ചിലപ്പോ വീഡിയോ കണ്ടിട്ട് ചോദിക്കും. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഒരു മനുഷ്യന്റെ അനുഭവത്തിൽ നിന്ന് കിട്ടുന്ന അനുഭവ പാടുണ്ടല്ലോ, ആ ഒരു അനുഭവത്തിലൂടെ കിട്ടുന്ന സുഖങ്ങളോ സന്തോഷങ്ങളോ റോബോട്ടിൽ നിന്ന് നിർമ്മിച്ചെടുക്കൽ സാധ്യമല്ല. അത് കഴിയൂല എന്നാ ഞാൻ പറയുന്നത്. എന്തുകൊണ്ട്? മനുഷ്യന്റേത് എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറപ്പെടുന്ന സ്നേഹമാണ്. അത് റോബോട്ടുകൾക്ക് ഉണ്ടാകൂല. കാരണം റോബോട്ടിന് ഹൃദയം ഉണ്ടാകൂല. പിന്നെ എന്താ മൊയ്ലിയാരെ റോബോട്ടിന് ഉണ്ടാകല്? റോബോട്ടിന് മനുഷ്യൻ പഠിപ്പിച്ചു കൊടുത്ത എന്തെങ്കിലും കാര്യങ്ങൾ എന്താണോ അതിന്റെ ചിപ്പിൽ കയറ്റി വെച്ചത് അതല്ലാതെ തരാൻ പറ്റൂല. റോബോട്ടിന്റെ മുഖത്തടിക്കാൻ നീ പഠിപ്പിച്ചാൽ എന്താണ് മുഖത്തടിച്ചാൽ തിരിച്ചു കൊടുക്കേണ്ടത്? എയിലൂടെ സംവിധാനിച്ചിട്ട് കൊടുക്കാൻ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അതല്ലാതെ നീ റോബോട്ടിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. എന്നാ മനുഷ്യനാണെങ്കിലോ ചിലപ്പോൾ വിവരമില്ലാത്ത ഭർത്താവ് ഭാര്യന്റെ മുഖത്തടിച്ചാൽ അവൾ തൽക്കാലം മിണ്ടാതെ തിരിഞ്ഞു പോകും. അല്പം കഴിഞ്ഞാൽ എന്റെ ഭർത്താവിനെ പറ്റിയ തെറ്റാണെന്ന് നൽകി സ്നേഹം പ്രകടിപ്പിക്കേണ്ട രൂപത്തിലൊന്ന് സകലം പ്രകടിപ്പിച്ചാൽ എന്റെ ഭർത്താവ് എന്നോട് മാപ്പ് ചോദിക്കൂന്നറിയുന്ന ഭാര്യ ഏത് ഭർത്താവിന്റെ മുന്നിലും ഹൃദയം പൊട്ടിയിട്ട് സ്നേഹപ്രകടനം നടത്തിയാൽ മറക്കാത്ത പ്രശ്നങ്ങളില്ലല്ലോ, പ്രയാസങ്ങളില്ലല്ലോ, ബുദ്ധിമുട്ടുകളില്ലല്ലോ. കാരണം ഇത് അനുഭവത്തിലൂടെ ഉണ്ടാകുന്നതാണ്. ഇതൊരിക്കലും റോബോട്ടിലൂടെ നിർമ്മിച്ചെടുക്കൽ സാധ്യമല്ല. റോബോട്ടിലൂടെ ഉണ്ടാക്കിയെടുക്കൽ സാധ്യമല്ല. ഇരിക്കട്ടെ, ലോകം അങ്ങനെ എന്ത് പുരോഗമിച്ചു എന്ന് പറഞ്ഞു, എന്ത് തന്നെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു, അള്ളാന്റെ ദീനിനെ ചെറുതാക്കി കാണുന്ന സ്വഭാവമുണ്ടോ? മുസ്ലിമേ, ഈമാനിന് തകരാറ് വരൂ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. ഇംഗ്ലീഷുകാരൻ കഥ അവനോട് ചോദിക്കുകയാണ്. 2 മക്കള് വലത്തുണ്ട്, 2 മക്കള് എടുത്തുകൊണ്ട് കയ്യും പിടിച്ചിട്ട് ഫുട്ബോൾ കളിക്കാൻ വന്ന ഇംഗ്ലീഷുകാരനോട് അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും രാജ്യക്കാരനോട്, അല്ല മോനെ ഇതിന്റെ മക്കളാണോ എന്ന് ചോദിക്കുമ്പോ പറയുന്നത് എന്റെ മക്കളാണ്. നിന്റെ ഭാര്യയുമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി എന്ന് ചോദിച്ചാൽ കല്യാണം കഴിഞ്ഞിട്ടില്ല, പ്രൊപ്പോസലേ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് കണ്ടിട്ട് പഠിക്കേണ്ടവനാണോ മുസ്ലിം? ഇത് പറയുമ്പോ അതേ മൊയ്ലിയാരെ, നിങ്ങളേത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത്? 6ാം നൂറ്റാണ്ടിലാ ജീവിക്കേണ്ടത്. അങ്ങനെ പ്രൊപ്പോസൽ കഴിഞ്ഞാൽ പിന്നെ ഓളെ കെട്ടിയതുപോലെയാണ്. പ്രപ്പോസ് കഴിഞ്ഞാൽ പിന്നെ മക്കളായാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന മുസ്ലിമായി മാറാ. മുസ്ലിമേ, നമുക്ക് നിർവാഹമുണ്ടോ? ഇല്ലാന്ന് ഇപ്പൊ എല്ലാരും പറയും. കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ മാറ്റി പറയാതിരിക്കാനാ ഞാൻ പറയുന്നത്. എന്റെ പ്രസംഗം ഓൺലൈനിൽ ഉണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളെ മുൻകാലത്തുള്ള ഉപ്പാപ്പമാർ, നമ്മളെ മുൻഗാമികളായ ഉമ്മമാർ, അവരൊക്കെ ഇവിടെ വൈവാഹിക ജീവിതത്തിൽ കടന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞില്ലേ?
കഴിഞ്ഞില്ലേ? അവരൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് കണ്ടാ തോന്നും ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് മാത്രമുള്ള പരിപാടിയാണ് കല്യാണം. അപ്പൊ അവര് കല്യാണം കഴിക്കുന്ന കാലത്ത് ഒരൊറ്റ അന്യപെണ്ണിനെ മുന്നിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് പുതിയണിയാക്കി കൊട ചൂടിയിട്ടില്ല. അതിന്റെ പേരിൽ നിങ്ങളെ കുടുംബത്തിൽ എന്തോ പ്രശ്നമുണ്ടോ? എന്തുണ്ടോ? ആ വകയിലില്ലല്ലോ. വേറെന്തുണ്ടോന്ന് എനിക്ക് അറിയേണ്ടതില്ല, ചോദിക്കൊന്നുമില്ല. ആ വകയിലില്ല. കൊട ചൂടാത്ത വകയിൽ എന്തോ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇപ്പൊ ചില ചെറുപ്പക്കാർക്ക് അവളെ കൊടയും ചൂടിയിരുത്തണം. എന്റെ വയൽ കേൾക്കുന്ന പെങ്ങന്മാരെ, നമുക്കും തോന്നുകയാണ് നമ്മൾ അങ്ങനെയൊക്കെ ഇരുന്നില്ല, ആകെ ഒരു ദിവസമല്ലേ, ആ ഒരൊറ്റ ദിവസത്തിനാണോ നീ നരകം സമ്പാദിക്കുന്നത്? അങ്ങനെയും തിരിച്ചൊന്ന് ചിന്തിച്ചുകൂടെ? ഒറ്റ ദിവസമല്ലേ മൊയ്ലിയാരെ കല്യാണത്തിന്റെ ദിവസം ഉണ്ടാവുള്ളൂ. അന്നത്തെ ദിവസങ്ങൾ ഇങ്ങനെ 6-ാം നൂറ്റാണ്ടാക്കല്ല. ഞാൻ ചോദിക്കുന്നു, ഈ ഒറ്റ ദിവസത്തിന് വേണ്ടിയാണോ നിങ്ങൾ 6-ാം നൂറ്റാണ്ട് പറഞ്ഞത് നരകം സമ്പാദിക്കുന്നത്? വയൽ കേൾക്കുന്ന പെങ്ങള് അന്യപുരുഷന്റെ മുന്നിൽ ഇങ്ങനെ ഭംഗി പ്രദർശിപ്പിച്ചിരിക്കുന്നതിന്റെ വിധി ഹറാമ്, സംശയിക്കേണ്ടതില്ല. അതേ സ്ഥാനം നിങ്ങൾ കൊട ചൂടിയിരിക്കുകയാണ്. ആരെ കൂട്ടിൽ കൊടചൂടിയിരിക്കുകയാണ്? അതാ പെണ്ണിന്റെ കൂട്ടത്തിൽ കൊട ചൂടിയിരിക്കുകയാണ്. സ്ത്രീകൾക്കിടയിൽ നീ കൊട ചൂടിയിരിക്കുകയാണ്. സ്ത്രീകൾക്കിടയിൽ നീ ഭംഗി പ്രദർശിപ്പിക്കുകയാണ്. ആരും കാണാനിൽ ഒരൊറ്റ അന്യപുരുഷൻ കാണൂല. കാണാനും തൊടാനും പറ്റുന്നവരെ കാണുള്ളൂ. അങ്ങനെയുള്ള രൂപത്തിലാണെങ്കിൽ ഞാൻ പറയുന്നത്, അന്യപുരുഷന്റെ മുന്നിൽ വന്നിട്ട് നിക്കാഹിന്റെ സദസ്സിൽ തങ്ങന്മാരെ മുന്നിൽ മൊയ്ലിയന്മാരെ മുന്നിൽ ഇത്തരം കല്യാണങ്ങൾ എന്തിനാ നിങ്ങൾ മുസ്ലിയാക്കന്മാരെ വിളിക്കുന്നത്? എന്തിനാ തങ്ങന്മാരെ വിളിക്കുന്നത്? രംഗത്തൊക്കെ ബിന്ദി എന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയുന്ന ഏതെങ്കിലും വേറെ ആരെങ്കിലും വിളിച്ചുകൂടായിരുന്നു? അലിമീങ്ങളെ വിളിച്ചിട്ട് എന്തിനാ നിസാരപ്പെടുത്തേണ്ട ആവശ്യം? തങ്ങന്മാരെ വിളിച്ചിട്ട് എന്തിനാണ് ദീനിന്റെ വിഷയത്തിൽ നിസാരപ്പെടുത്തേണ്ട ആവശ്യം? ദീനിന്റെ നിയമങ്ങളെ എന്തിനാണ് പച്ചയായി കീറേണ്ട ആവശ്യം? വയത് കേൾക്കുന്ന പെങ്ങന്മാരെ, അത്തരം കല്യാണമായി എന്റെ കല്യാണം മാറരുത് അടിയുറച്ച് വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന പെങ്ങളാകണേ. ഇല്ലെങ്കിലോ വൈവാഹിക ജീവിതത്തിന്റെ തുടക്കം തന്നെ അള്ളാഹ് പൊരുത്തപ്പെടാത്തതായി സമ്പാദിച്ചവരായി മാറിപ്പോകുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. ത്വലാഖ് അധികരിക്കുകയാണ്. ഞാൻ വെറുതെ പറയില്ല. ഇപ്പൊ പല സദസ്സിലും ചെന്നാൽ ചെറുപ്പക്കാര് വന്നിട്ട് പറയാണ്, ഞാനും ഭാര്യയും തമ്മിൽ തെറ്റാണ് ഉസ്താദ്. ഞാൻ വലിയ ഉസ്താദായത് കൊണ്ടല്ലോ, ഉസ്താദിന്റെ മോനായോണ്ട് പലരും എന്നെ ഉസ്താദ് എന്നാ വിളിക്കല്. അങ്ങനെ വന്നിട്ട് ചിലർ പറയാണ്, അതേ ചെറുപ്പക്കാര് വന്ന് പറയാണ്, 3 മക്കളാണ്, നിങ്ങൾ 2ആളും പിരിയാനിരിക്കുകയാണ് ഉസ്താദ്, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവൻ പറയുന്നത്, എനിക്കൊരു പ്രശ്നമില്ല. ഓക്കെന്താ പ്രശ്നം ചോദിക്കുമ്പോ ഓക്കും ഒരു പ്രശ്നമില്ല. പിന്നെ എന്തിനാ പിരിയുന്നത് ചോദിക്കുമ്പോ 2ആൾക്കും അറിയില്ല. ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുണ്ട്. കാരണം എന്താണ് എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുതെ അല്ല നിന്നോട് അന്യപെണ്ണിലേക്ക് നോക്കരുത് എന്ന് പറഞ്ഞത്. എന്തിനാണ് എന്നറിയോ? അന്യപെണ്ണിലേക്ക് നോക്കിയാൽ നീ കണ്ട പെണ്ണിന്റെ ഭംഗി ചിലപ്പോൾ എല്ലാ സമയവും ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ല. ചിലരെ കാണുന്നില്ല, നിങ്ങള് കല്യാണം കഴിഞ്ഞാൽ പിന്നെ പൊന്നാണ്, ആനയാണ്, കുയ്യാനയാണ്, ഓളെ നിലത്തോ വെക്കണ്ടേ ആകാശത്തിലോ വെക്കണ്ടേ, എങ്ങനെയാ സ്റ്റാറ്റസ് വെക്കണ്ടേ നിര്യാണ്ട് കൊണ്ടുവരുന്നതാ. കുറച്ച് ദിവസം എല്ലാം കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞപ്പോഴാണ് വേറൊരു ചങ്ങായിന്റെ സ്റ്റാറ്റസ് കണ്ട് നോക്കുമ്പോ ഇതിനേക്കാളും ചോറുണ്ട് എന്നൊരു തോന്നല്. എങ്ങനെ ഞാൻ കെട്ടിയതിനേക്കാളും ചോറുണ്ട് എന്നൊരു തോന്നല്. അല്ലെ അങ്ങാടി കൂടെ പോകുമ്പോ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോ ഞാൻ പെട്ടുപോയോ, ഞാൻ പെട്ടുപോയി, ഞാൻ ഇവളെ എവിടെയാ കൊണ്ടുപോയി ഇടേണ്ടത് എന്നുള്ളൊരു തോന്നല്. ഈ തോന്നല് വരും, സംശയിക്കേണ്ടതില്ല. ഹറാമ് ചെയ്താൽ കെട്ടിയ പെണ്ണിൽ സംതൃപ്തി അടങ്ങാൻ കഴിയൂല. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് അന്യ പെണ്ണിലേക്ക് നോക്കരുത് എന്ന് പറഞ്ഞത്. അല്ലാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും കുറഞ്ഞു പോകുന്നുണ്ടല്ല, അല്ലെങ്കിൽ ദീനിന് എന്തെങ്കിലും കുറവ് പറ്റുന്നുണ്ടല്ല. നമ്മുടെ ജീവിതത്തിന്റെ സുഖം നഷ്ടപ്പെട്ടു പോകും, സമാധാനം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അന്യപെണ്ണിലേക്ക് നോക്കരുത് എന്ന് പറഞ്ഞത്, അന്യപെണ്ണിനെ പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞത്. അപ്പൊ മൊയ്ലിയാരെ ചില പെൺകുട്ടികൾക്ക് തോന്നല്, അത് ഞങ്ങൾക്കും ഉണ്ടാവൂലേ ചില ആണുങ്ങളെ കാണുമ്പോ. സ്ത്രീകളെ മനസ്സും പുരുഷന്മാരെ മനസ്സും വ്യത്യാസമുണ്ട്. എല്ലാ സ്ത്രീകളും ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ല, അത് മറ്റൊരു വിഷയമാണ്. പൊതുവെ സ്ത്രീയുടെ മനസ്സല്ല പുരുഷന്റെ മനസ്സ്. ആണോ? പുരുഷന്റെ മനസ്സാണോ സ്ത്രീയുടെ മനസ്സ്? ആണോ? ആണെന്ന് പറയാൻ ധൈര്യമുള്ള ഏതൊക്കെ പുരുഷന്മാരുണ്ടല്ലേ? എന്നാ പിന്നെ ഞാൻ കൊണ്ടുതരാം, 1 വയസ്സായ കുട്ടീനെ കൈ കൊണ്ടുതരാം. എത്ര മിനിറ്റ് പിടിക്കാൻ പറ്റും നോക്കാലോ നമുക്ക്, അല്ലെ? മൂത്രം ഒഴിക്കുന്ന കുട്ടീനെ കൈ തരാം. എത്ര മിനിറ്റ് പിടിക്കും പുരുഷന്മാര്? ശരിയായ പുരുഷന്മാർ എത്ര മിനിറ്റ് പിടിക്കും? ചിലതുണ്ടാവും പെങ്കൂസന്മാരായത്, അതിനെ കുറിച്ചല്ല പറയുന്നത്. നേരെ തിരിച്ചുണ്ടാവും, ആങ്കൂസന്മാരായ പെണ്ണുങ്ങന്മാരും ഉണ്ടാവും, അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പൊതുവേ പുരുഷന്റെ മനസ്സൊന്ന് പറയാണ്, പെണ്ണിന്റെ മനസ്സൊന്ന് പറയാണ്. ഇത് രണ്ടും ഒന്നാണ് പ്രസംഗിച്ചുകൊണ്ട് ഒന്നാവൂല. അങ്ങനെ ഒന്നാവോ? ഒരേ പ്രാവശ്യം ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാവോ?
കല്ലും മണ്ണും ഒന്നാണ്, കല്ലും മണ്ണും ഒന്നാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നാമോ? കല്ലും മണ്ണും ഒന്നാണ്. ചിലപ്പോ കല്ലുകൊണ്ടുണ്ടായ മണ്ണാണെങ്കിൽ അത് ചിലപ്പോ കല്ലും മണ്ണാണെന്നുള്ള ആൾക്ക് മണ്ണായിരിക്കും. പക്ഷെ കല്ല് കല്ലന്നല്ലേ? കല്ല് കല്ലാണ്, മണ്ണ് മണ്ണാണ്. രണ്ട് സാധനം രണ്ടാണെന്നുള്ള കാര്യത്തിൽ എന്താ സംശയം? പുരുഷനും പെണ്ണും ഒന്നാണ് ഒന്നാണ് എന്ന് പ്രസംഗിച്ചുകൊണ്ട് ഒന്നാവുന്ന ചില ആളെ വിചാരം. നാളെ വരെ പ്രസംഗിക്കാന്നല്ലാതെ ഒരു കാലത്ത് ആണിനെ കൊണ്ട് പ്രസവിക്കാൻ പറ്റൂല. ഗർഭപാത്രം വെച്ചു കൊടുത്താൽ പോരെ മൊയിലാരൻ? അവനോ പെണ്ണായില്ലേ? പെണ്ണാകാനുള്ള പണിയെല്ലാം എടുത്തിട്ട് പിന്നെ പെണ്ണായില്ലേ? അങ്ങനെയുണ്ട് ചില ആളുകൾ. പുരുഷനെ പെണ്ണാക്കാൻ വേണ്ടിയുള്ള ചില ഓപ്പറേഷൻ ചെയ്യും, ആണിനെ ആണാക്കാനുള്ള ഓപ്പറേഷൻ ചെയ്യും, പെണ്ണിനെ ആണാക്കാനുള്ള ഓപ്പറേഷൻ ചെയ്യും. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം. അതൊക്കെ ചെയ്തിട്ട് എന്താകും എന്നുള്ളത് വേറെ പറയാം. എന്നിട്ട് എത്ര ഹോർമോൺ കുത്തിവെക്കണം, എത്ര പ്രാവശ്യം അതിനു വേണ്ടി മരുന്ന് കയറ്റണം. ആ മരുന്നുകളൊക്കെ ശരീരത്തിൽ സ്വയം ഉത്പാദിപ്പിക്കപ്പെടേണ്ട സാധനങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് ശരിയായ പെണ്ണുണ്ടാകുന്നത്. പുരുഷന്റെ ശരീരത്തിൽ പുരുഷന്റെ ഹോർമോണുകൾ ഉണ്ടാകുമ്പോഴാണ് ശരിയായ പുരുഷൻ ഉണ്ടാകുന്നത്. പുരുഷന്റെ ഹോർമോൺ പെണ്ണിലായാൽ അവർക്ക് കുറച്ച് പുരുഷത്വം ഉണ്ടാവും, പക്ഷേ അവള് യഥാർത്ഥ പൂർണ്ണ പുരുഷൻ പെണ്ണായിരിക്കൂല. അങ്ങനെ ഒറ്റപ്പെട്ട ചില ആളുകൾ സിറ്റിപ്പിൽ തന്നെ ഉള്ളവരുണ്ടാകാം. അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറിച്ച് ആണാണ്, പെണ്ണാണ്, രണ്ടും ഒരിക്കലും ഒന്നാക്കാൻ നിർവാഹമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഏതോ ഇംഗ്ലീഷുകാരൻ രണ്ട് കുട്ടികളെ അപ്പുറം ഇപ്പുറം കൈപിടിച്ച് വന്നിട്ട് അവൻ ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് ഇനി പുതിയ തലമുറ ചിന്തിക്കുമെന്നുള്ള ബേജാറില്ല. ഞാൻ പ്രപ്പോസൽ കഴിഞ്ഞാൽ മതി, കല്യാണം ഒന്നും കഴിയണ്ട. മക്കളൊക്കെ ആയിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് എന്ത് മതി? കല്യാണം മതി. 4 മക്കളൊക്കെ ആയിട്ട് എവിടെങ്കിലൊക്കെ നല്ല അവസരം കിട്ടുമ്പോ ഒരു കല്യാണം കഴിച്ചില്ല. ഇങ്ങനെ വൈവാഹിക ജീവിതത്തെ തട്ടിക്കളയൂന്ന് ഭയപ്പെടുന്ന കാലാണ്. എന്തുകൊണ്ട്? നമ്മുടെ തലമുറ, പുതിയ തലമുറ വൈവാഹിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന തോന്നിവാസങ്ങൾ നോക്കിയാൽ വലിയ ഭയപ്പാടോടുകൂടെ കാണേണ്ടിയിരിക്കുന്നു, വലിയ ബേജാറോടുകൂടെ കാണേണ്ടിയിരിക്കുന്നു. അതിന് ചില ഉപ്പാര ന്യായാണ്. പുതിയ തലമുറ അല്ലേ മൊയിലാരെ പറഞ്ഞാൽ നമ്മൾ തന്ത വൈബായി പോകും, നമ്മൾ പറഞ്ഞാൽ നമ്മളൊന്നും അല്ലാതായി പോകും, നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല. നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല എന്ന് നമുക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട എന്തുകൊണ്ടാ? നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത രൂപത്തിൽ എന്തൊക്കെയോ തിന്മകൾ അവരെ മുന്നിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാകാം. എന്റെ വാപ്പ പറഞ്ഞാൽ ഞാൻ കേൾക്കൂല എന്ന് പറയാൻ എനിക്കോ എന്റെ സഹോദരങ്ങൾക്കോ ധൈര്യപ്പെടുവോ? എന്തുകൊണ്ട് വരൂല? അതേപോലെ എത്ര ആലിമീങ്ങളുടെ, എത്ര ഉസ്താദുമാരുണ്ട്, അവരൊക്കെ വീടുകളിൽ കല്യാണം നടക്കുന്നുണ്ട്. അവിടെ ഒന്നും ഇങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് കളിക്കുന്ന കാണുന്നില്ല. അവര് മൗലിദ് ഓതിയിട്ട് ബുർദ് ഓതിയിട്ട് വൈവാഹിക ജീവിതത്തിൽ കിടക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലൊന്നും ഒരു പ്രശ്നവും കാണുന്നില്ല. അത് ചില ആളുകളെ വീട്ടിൽ ഇപ്പൊ ചില മൗലിയമാർക്കും അങ്ങനെ, അവർക്കും തോന്നുകയാണ് ഓളെയും കൂട്ടിയിട്ടൊന്നും ഇങ്ങനെ തിരിച്ചിട്ടില്ലെങ്കിൽ ഇംഗ്ലീഷുകാരൻ തിരിക്കും പോലെ തിരിച്ചില്ല, നമ്മളെ കല്യാണമായി പോകില്ല എന്ന് തലപ്പാവ് ധരിക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് തോന്നുന്ന കാലത്തിൽ പോയി. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നിങ്ങൾ കൈപിടിച്ച് തിരിക്കുകയോ കൈപിടിച്ച് മറിക്കുകയോ എന്തോ ചെയ്തോളൂ, അതൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോഴേക്ക് ഇസ്ലാം എന്ന് പുറത്തു പോവോ മൊയിലിയാരെ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. നിങ്ങളോളെ കൈപിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കോ, ഇനി ഇങ്ങോട്ട് തിരിക്കോ, ഇനി മേലോട്ടേക്ക് പോക്കോ, എന്തോ ചെയ്തോളൂ. അതിന് വീഡിയോ എടുത്തിട്ട് പ്രദർശിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? അവിടെയാണ് നമ്മളെ പ്രശ്നം. ഇസ്ലാം എല്ലാം നിഷേധിച്ചോ മൊയിലിയാരെ? എല്ലാം തടഞ്ഞ മതമില്ലേ ഇസ്ലാം? അങ്ങനെയൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൈപിടിച്ച് തിരിക്കാൻ വല്ലാതെ ഒരു പൂതിയുണ്ടോ? ഏതോ അന്യ പെണ്ണിനെയൊന്നുമല്ലോ, നീ കെട്ടിയ പെണ്ണിനല്ലേ നീ കൈപിടിച്ച് തിരിച്ചോ, ഒരു കുഴപ്പമില്ല. അത് വീഡിയോ എടുത്തിട്ട് 4 ആളെ കാണിക്കുന്ന ഉദ്ദേശം എന്താണ്? അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നീ നിന്റെ സ്വന്തം ഭാര്യനെ വലത്തോട്ടോ ഇടത്തോട്ടോ ഏത് പാർട്ടിക്ക് വേണ്ടിയും തിരിച്ചു, നമുക്ക് ഒരു കുഴപ്പമില്ല. വലത്തിന്റെ ഭാഗമായാലും കുഴപ്പമില്ല, ഇനി ഇടത് പാർട്ടിയാലും കുഴപ്പമില്ല, വലത് പാർട്ടിയാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല, നിരീശ്വരാധിയാ കണ്ടെത്താൻ മതി. ഏത് പാർട്ടിക്ക് വേണ്ടി ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇത് വീഡിയോ എടുത്തിട്ട് തലപ്പാവും ധരിച്ചിട്ട് ഈ മുസ്ലിയാർ എന്താവശ്യത്തിനാണ് ഈ തലപ്പാവും ധരിച്ചിട്ട് വീഡിയോ എടുത്തിടുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അള്ളാന്റെ ദീന് പൊളിക്കലാണോ? ഇതൊന്നും ഇസ്ലാം നിഷേധിച്ചിട്ടില്ല എന്ന് കാണിക്കാനാണോ? നിന്റെ പെണ്ണിനെ കാണിക്കൽ നിഷേധിച്ചില്ല എന്ന് ഏത് ഇസ്ലാമാ നിന്നെ പഠിപ്പിച്ചത്? ഏത് ഖുർആനാ പഠിപ്പിച്ചത്? ഏത് ഹദീസാ പഠിപ്പിച്ചത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യുമ്പോ അതിനുവേണ്ടി ലൈക്ക് അടിച്ചു കൊടുക്കുന്ന ആളുകൾ, ചില ആളുകളുണ്ട്. ഇങ്ങനെ പെണ്ണിന്റെ ചിത്രം ഇങ്ങനെ പ്രദർശിപ്പിക്കും, എന്നിട്ടോ അതിന്റെ അടിയിൽ കമന്റ് എന്താണെന്നറിയോ? എന്റെ ഭാര്യനെ കണ്ടോന്നാണെങ്കിൽ സാരമില്ല, നിന്റെ ഭാര്യനെ നീ കാണിച്ച് നീ എന്റെ ഭാര്യ എന്തെങ്കിലും ആക്കിക്കൊണ്ട് വെക്കാം. അതിന്റെ അടിയിൽ പോയി കമന്റ് ചെയ്താണ് ആര്? ഈ പോസ്റ്റ് ചെയ്യുന്ന ആള്. മാഷാ അല്ലാഹ്, ആരോടായി ധിക്കാരം? അല്ല ഇങ്ങനെ കാണാൻ കാത്തിരിക്കുന്നു. ഓന്റെ പെണ്ണിനെ കണ്ടിട്ട് ഒന്ന് സന്തോഷിക്കാനേ, ഓന്റെ എഴുത്ത് കണ്ടാ തോന്നും അല്ലാഹു തആല ഓന്റെ പെണ്ണിനെ കാണാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മാഷാ അല്ലാഹ് എഴുതി കൊടുക്കുകയാണ് അതിന്റെ അടിയിൽ. എന്നിട്ട് അതിന്റെ അടിയിൽ കുറെ മുസ്ലിം നാമധാരികൾ. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, ഇവരും ഇസ്ലാമൊക്കെ എന്തായി പോയി പഠിച്ചറബേ. അതിന്റെ അടിയിൽ പോയിട്ട് മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാരും അല്ലാത്തവരും ഭയങ്കര മാഷാ അല്ലാഹ്, അവർക്ക് നിസ്കാരത്തിൽ പോലും അല്ലാഹു അക്ബർ ഒന്നും ഇങ്ങനെ കൃത്യമായിട്ട് വരില്ല. പിന്നെ ഇതിന്റെ അടി കമന്റ് അടിക്കുമ്പോൾ ഭയങ്കര മാഷാ അല്ലാഹ്. എന്തെല്ലാം ദിക്റുകളുടെ സ്ഥലങ്ങളുണ്ട്. മലയുടെ മേലെ കയറുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലല് സുന്നത്താണ്. മലയിറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലല് സുന്നത്താണ്. ഈ കമന്റിനൊന്നും ഇവിടെ ഒരാൾക്കും നേരമില്ല. അത് പഠിക്കാനും നേരമില്ല, ആലോചിക്കാനും നേരമില്ല. 100 മല കയറിയിട്ടുണ്ട്, ഇന്നുവരെ ചെല്ലാൻ നേരം കിട്ടിയിട്ടില്ല. അതേ സ്ഥാനത്ത് ഏതോ ഒരു പെണ്ണിന്റെ ചിത്രട്ടപ്പം ഭയങ്കര സുബ്ഹാനല്ലാഹ്, ഭയങ്കര അൽഹംദുലില്ലാഹ്, ഭയങ്കര മാഷാ അല്ലാഹ്, ഭയങ്കര ദിക്ർ ഹൽക്ക നടത്തേണ്ട ബേജാറി. കമന്റിന്റെ ഉള്ളിൽ ദിക്ർ ഹൽക്ക.
ഓ വേല കേൾക്കുന്ന ചെറുപ്പക്കാരെ, അള്ളാന്റെ ദീനിന് ഇങ്ങനെ പച്ചയായി പുച്ഛിച്ചീന്തുന്ന സ്വഭാവമുണ്ടോ? ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഏതെങ്കിലും അറിവില്ലാത്ത ആളുകൾ അങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ അവരെ ആക്ഷേപിക്കാനാ ഞാൻ പറഞ്ഞത് എന്ന് വിചാരിക്കുന്നത് ഡിലീറ്റ് ചെയ്തേക്കണം. അതേ സ്ഥാനത്ത് ഈമാനുള്ള വിശ്വാസികളെ, അറിവുള്ള ആളുകൾ പോലും സ്വന്തം ഭാര്യനെ പ്രദർശനത്തിന് വെക്കുന്ന ലോകമായി നമ്മളെ ലോകം മാറിപ്പോയാൽ പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. ഞാൻ എന്റെ ഭാര്യനെയും കൂട്ടിയിട്ട് എന്താ ഊട്ടി പോയാലും നീ ഊട്ടിയിലോ പൂട്ടിയിലോ എവിടെയും പോയിക്കോളൂ, അതൊന്നും ഇസ്ലാമിന് നിന്നോട് വിരോധം പറയാനില്ല. അതേ സ്ഥാനത്ത് നീയും നിന്റെ ഭാര്യയും അതേ നടക്കുന്ന വീഡിയോ ചിത്രം എടുത്തിട്ട് അന്യപെണ്ണാകുന്ന നിന്റെ ഭാര്യന് ഫേസ്ബുക്കിൽ നാട്ടുകാർക്ക് കാണാനിട്ട് കൊടുത്തിട്ട് അഭിപ്രായം ചോദിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. 4 മാഷാള്ള അടുപ്പിക്കാന്ന് വിചാരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. 4 ലവിന്റെ ചിഹ്നടിക്കാന്ന് വിചാരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അനുവദിക്കാൻ ഇസ്ലാമികമായി നിർവാഹമില്ല. ഇനിന്റെ അടിയിൽ വേറെ ആരും വന്ന് കമന്റ് അടിക്കണ്ട. ഇസ്ലാമികമായി നിർവാഹമില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഇസ്ലാമികമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോടാ എന്റെ വേല. അതല്ലാത്ത ആളുകൾ അവർക്ക് വേറെ വേല പറയാനുണ്ട്. അവരോട് ആദ്യം പറയാനുള്ളത് പെണ്ണ് കെട്ടുന്നതിനെ കുറിച്ചല്ല, അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ശരിയാകേണ്ടതുണ്ട്. ആദ്യം വിശ്വാസം ശരിയാക്കണം, എന്നിട്ടാണല്ലോ ബാക്കി കാര്യങ്ങൾ പറയുള്ളൂ. കർമ്മത്തിലേക്ക് കിടക്കണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നിസ്കാരം കഴിയണം, നോമ്പ് കഴിയണം, അങ്ങനെ ഒരുപാട് കാലങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നിക്കാഹിന്റെ ബാബത്തിൽ അവിടെ എത്താനായിട്ടില്ല. അതെത്തുമ്പോ പഠിപ്പിച്ചു തരാം. അല്ലാതെ ഇപ്പൊ തന്നെ കയറിയിട്ട് നീ നിക്കാഹിന്റെ മസല ചോദിക്കണ്ട. അവിടെ കയറിയിട്ട് നിരീശ്വരവാദിയുടെ കമന്റ് ആവശ്യമില്ലാതെ ഞാൻ പറഞ്ഞത്. ഈമാനുള്ള മുഅ്മിനീങ്ങളോടുള്ള വഅദ് കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ മകളെ വിവാഹം ഉണ്ടല്ലോ, അത് അനിസ്ലാമികമായി കൂടാ എന്ന അടിയുറച്ച തീരുമാനമെടുത്തു. ഒരൊറ്റ അന്യപുരുഷൻ എന്റെ പെണ്ണ് ഒരുങ്ങി നിൽക്കുമ്പോൾ, എന്റെ ഭാര്യ ഒരുങ്ങി നിൽക്കുമ്പോൾ, എന്റെ മകൾ ഒരുങ്ങി നിൽക്കുമ്പോൾ, എന്റെ പെങ്ങൾ ഒരുങ്ങി നിൽക്കുമ്പോൾ കാണാൻ ഞാൻ അനുവദിക്കൂല. അങ്ങനല്ലാതെ എന്റെ വീട്ടിൽ കല്യാണം നടക്കരുത്. അടിയുറച്ച തീരുമാനം മുസ്ലിമേ നമ്മളെ കയ്യിൽ വേണേ. എന്നാലേ നമ്മൾ 6-ാം നൂറ്റാണ്ടുകാരാകൂ. അതിനല്ലേ നമ്മൾ ജീവിക്കുന്നത് ഇവിടെ. ചില ആൾ വിചാരിച്ചത് 6-ാം നൂറ്റാണ്ടുകാരൻ എന്ന് പറയുമ്പോൾ നമ്മളെ പാട് ഒലിച്ചു പോകുക. 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവനാ ഇവനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെപ്പാടും ഒലിച്ചു പോകും. പിന്നെ അല്ലാഹ് പഠിച്ചോനെ നമ്മളൊരു തന്ത വൈബായി പോകും എന്ന് വിചാരിക്കുന്നതാണോ നീ വിചാരിച്ചത്? നിനക്ക് തെറ്റുപറ്റിപ്പോയി മോനെ. 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ കൊതിച്ച് കരയുന്നവരാ ഞങ്ങള്. റസൂലുള്ളാഹിന്റെ കാലത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച സ്വഹാബത്തുണ്ടല്ലോ, അവർക്ക് അന്നത്തെ കാലത്ത് ജീവിച്ചിട്ട് കൊതി മാറിയിട്ടില്ല. അവർക്ക് ആശ തീർന്നിട്ടില്ല. അവരാ ജീവിതത്തിൽ അവിടുത്തെ കാലത്ത് കിട്ടാത്ത സമയമെത്തിയപ്പോ പലപ്പോഴും അവിടുത്തെ ഓർത്ത് തേങ്ങിക്കരയുക. കാരണം അനുഭവത്തിന്റെ വെളിച്ചമാണ്. ആ നേതാവിനെ അനുഭവിച്ചപ്പോ കിട്ടാതെ വന്ന സമയത്തിയപ്പോ നാട് വിട്ട സ്വഹാബികളില്ലേ, വീട് വിട്ട സ്വഹാബികളില്ലേ, കുടുംബം വിട്ട സ്വഹാബികളില്ലേ, എല്ലാം കൈവച്ച ആളുകളില്ലേ, കണ്ണിന്റെ കാഴ്ച വരെ വലിച്ചെറിഞ്ഞ സ്വഹാബത്തിൽ ജീവിതം തന്നെ മടുത്തൂന്ന് ചിന്തിച്ചിട്ട് ഇനി ഞാനില്ലാതെ പറഞ്ഞ ബിലാൽ ഇബ്നു റബാഹ് തങ്ങളില്ലേ, മദീനയിൽ ഞാനില്ല. അപ്പോഴല്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഓ ബിലാൽ നിങ്ങളെ പോകാൻ ഞാൻ അനുവദിക്കൂല. റസൂലുള്ളാഹിന്റെ കാലത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിരുന്ന ബാങ്കിന്റെ ധ്വനി ഞങ്ങൾക്കും കേൾക്കണേ ബിലാൽ. അപ്പൊ എന്താ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എന്നറിയോ? ഓ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നിങ്ങളാണ് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത്. നിങ്ങൾ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത് ഇതുപോലുള്ള കാര്യങ്ങൾ കൽപ്പിക്കാനാണോ? അല്ല, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ എന്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാൻ അനുവാദം തന്നിട്ട് അടിമത്തത്തിൽ റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടാൻ, അള്ളാന്റെ തൃപ്തി കിട്ടാൻ അടിമത്തത്തിൽ മോചിപ്പിച്ചയാളാണോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? അറിയുന്നു എനിക്ക് അള്ളാന്റെ തൃപ്തി മതി. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മദീന വിട്ടുപോയി. പിന്നെ മദീനയിലില്ല. ഭൂമിയുടെ പുറത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നത് കാണാനില്ലെങ്കിൽ ആ മദീനയിൽ ബിലാലിന് ജീവിക്കാൻ സാധിക്കൂല. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ, ഇതല്ലേ സ്വഹാബത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങൾ കൂടെ ഇല്ലാത്തതിന്റെ പേരിൽ അവിടുത്തെ മിസ് ചെയ്ത് കരഞ്ഞ് പനി പിടിച്ചു പോയ സ്വഹാബികളുണ്ട് ഉമ്മമാര്.
എങ്ങനെ ഒരു രാത്രിയിൽ കൂടെ ഇല്ലാത്തതിന്റെ പേരിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കയറിപ്പോയപ്പോ കാണാൻ കൊതി വന്നിട്ട് കാണാൻ കഴിയുന്നില്ല. രാത്രിയിൽ കാണാൻ കഴിയാതെ വീട്ടിന്റെ പുറത്ത് കാത്തിരുന്ന് കാവലിരുന്ന് പനി പിടിച്ചു പോയ സ്വഹാബത്തിന്റെ അതാ സ്വഹാബത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് എന്തിനാ അങ്ങനെ സ്നേഹം കൊടുക്കാൻ സാധിച്ചത്? ജീവിതം കൊണ്ട് അനുഭവിച്ചപ്പോഴാ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല, അവസാനിപ്പിക്കട്ടെ. വയല് കേൾക്കുന്ന വിശ്വാസികൾ അങ്ങനെ ആ കാലത്തൊരു ദിവസമെങ്കിലും ഒരു മണിക്കൂറെങ്കിലും ഒരു സെക്കൻഡെങ്കിലും ജീവിക്കാൻ സാധിക്കുമെന്നിരുന്നെങ്കിൽ 2016 മുതൽ 2000 കൊല്ലം വരെ ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഹൈറ് അവിടത്തെ കൂടെ ഒരു സെക്കൻഡ് ജീവിക്കലാ. ഇത് വിശ്വസിക്കുന്നവനാ മുഅ്മിനീ എന്ന് പറയുന്നവൻ, ഇത് വിശ്വസിക്കുന്നവനാ മുസ്ലിം എന്ന് പറയുന്നവൻ. അവനോടാ നീ പറയുന്നത് 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരാ നിങ്ങൾ. ശരിയാണ്, ഞങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരാണ്. ആ കാലയളവിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയിരുന്നെങ്കിലും ആശിച്ച് ജീവിക്കുന്നവരാണ്. അല്ലാഹ് കാലത്ത് ജീവിച്ച മഹാന്മാരെ ബർക്കത്തോട് ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ തലമുറകളെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട മക്കളെ നന്നാക്കി തരണേ അല്ലാഹ്. അയാൾ കേൾക്കുന്ന വിശ്വാസികള്, അയാൾ കേൾക്കുന്ന പെങ്ങന്മാര്, ഏതെങ്കിലും അറിവില്ലാത്ത കൂട്ടുകാരികളോ കൂട്ടുകാരന്മാരോ വന്നിട്ട് 6-ാം നൂറ്റാണ്ടിലാണോ എന്ന് ചോദിക്കുമ്പോഴേക്ക് തകർന്നു പോകണ്ടെന്നാ ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ചില ആളുകൾ വിചാരിക്കും 6-ാം നൂറ്റാണ്ടിലാന്ന് ചോദിക്കുമ്പോഴേക്ക് പഠിച്ചോനെ ഞാനൊരു പഞ്ചനായി പോയില്ലേ എന്ന് വിചാരിച്ചിട്ട് അള്ളാന്റെ ദീന് കൈവയ്ക്കണ്ട. 6-ാം നൂറ്റാണ്ട് എന്നാണ് ഏറ്റവും ബഹുമാനമുള്ള നൂറ്റാണ്ടാ. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദരവുള്ള നൂറ്റാണ്ട് 6-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അള്ളാന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച കാലയളവ് എന്തൊരു ബഹുമാനമുള്ള കാലയളവാ. പിന്നെ സഹാബത്തിന്റെ കാലയളവ്, താബിഈങ്ങളെ കാലയളവ്, എത്ര ആദരവുള്ള കാലയളവാ കാലയളവ് എന്ന് പറയുന്നത്. അല്ലാഹു ആ ജീവിതം കൊണ്ട് നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഈമാനുള്ള വിശ്വാസികളെ, അങ്ങനെ 6-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ആശയങ്ങളൊക്കെ ഒലിച്ചു പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. മറിച്ച് നമ്മുടെ വീടുകളിൽ നടക്കുന്ന കല്യാണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചര്യയാണോ പിന്തുടരുന്നത്? അന്യപെണ്ണിനെ കലർത്താത്തതാകണം. ഇത് നമ്മൾ ഉറച്ച തീരുമാനമായിരിക്കണം. വയലിന്റെ സദസ്സിൽ വന്ന് സലാത്തിന്റെ മജ്ലിസ് വന്ന് വയലും കേട്ട് എല്ലാവരും കൈമുട്ടി എഴുന്നേറ്റ് പോയാ പോരാ. ഞാൻ നിങ്ങളോടാ പറയുന്നത്, കല്യാണ വീടുകൾ അന്യ പുരുഷനും പെണ്ണും കലരാത്ത കല്യാണ വീടുകളാകണം. അങ്ങനെ മുലേരെ നടക്കല്. അങ്ങനെ എത്ര കല്യാണം ഇവിടെ നടക്കുന്നുണ്ട്, അതേപോലെ നമ്മളെ വീട്ടിൽ നടക്കൂലേ? എത്ര കല്യാണങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ? അന്യപുരുഷനും അന്യപ്പെണ്ണും കലരാത്ത എത്ര വൈവാഹിക ജീവിതങ്ങൾ നടക്കുന്നുണ്ട്. ചാടാത്ത തുള്ളാത്ത എത്ര കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും കല്യാണ വീട്ടിൽ സന്തോഷമില്ലാതെ പോയോ? വെറുതെ തോന്നുകയാണ്. ആ തിന്മയിൽ മാത്രം സുഖം കണ്ടെത്തുന്ന സ്വഭാവം അത് നമ്മളെ ജീവിതത്തിൽ കൈയൊഴിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന വൈവാഹിക ജീവിതം നമ്മുടെ വീടുകളിൽ അരങ്ങേറണം, നമ്മളെ കൂടുകളിൽ അരങ്ങേറണം, നമ്മളെ നാടുകളിൽ ഉണ്ടാകണം, നമ്മളെ വീടുകളിൽ ഉണ്ടാകണം. അതല്ലാത്ത ഇത്തരം തോന്നിവാസങ്ങൾ നടക്കുന്ന കല്യാണ വീടുകൾ മഹല്ല് കമ്മിറ്റികൾ ബഹിഷ്കരിക്കണം, മഹല്ല് ഭാരവാഹികൾ ബഹിഷ്കരിക്കണം. പോകരുത്. ഇത്തരം തോന്നിവാസങ്ങൾ നടക്കുന്ന കല്യാണ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകണം, നിൽക്കരുത്. ദീനിനെതിരായി നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ ഒരിക്കലും ചുക്കാൻ പിടിക്കാൻ ഞങ്ങളില്ല എന്ന് പറയണം. മൊയ്ലിയാരെ, ആ തങ്ങളുണ്ട്, ഈ മൊയ്ലിയാരുണ്ട്, അതൊന്നും നമുക്ക് നോക്കണ്ടില്ല. അള്ളാന്റെ ദീന് പറഞ്ഞത് നമ്മൾ നോക്കേണ്ടത്. ആര് പറഞ്ഞാലും ദീനിനെതിരാണോ അവിടെ നമുക്ക് മാറി നിൽക്കാൻ സാധിക്കണം. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അതാണ് മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. അവിടുന്ന് എല്ലാ സൗകര്യങ്ങളും കൈവച്ചിട്ട് അള്ളാഹിനോട് പറയാണ്, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ, ഇതിനേക്കാൾ എനിക്ക് താല്പര്യം ജയിലറയാണ് അല്ലാഹ്. ആ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലറയിലെത്തി. നല്ലവരെവിടെ എത്തിയാലും നല്ലതാണ്. യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലറയിലെത്തിയിട്ട് എന്താ ഉണ്ടായത്? യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെയുള്ള സംസ്കാരമൊക്കെ പഠിച്ചോ? അങ്ങനെയാണല്ലോ പുതിയ തലമുറക്ക് വേണ്ടത്. പുതിയ തലമുറയിലെത്തിയ പുതിയ തലമുറക്ക് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കണം. അങ്ങനെയാണോ യൂസുഫ് നബി അലൈഹി സ്വലാം ചിന്തിച്ചത്? അല്ല. ജയിലറയിലേക്ക് എത്തിയിട്ട് അവിടെയുള്ള കള്ളന്മാരെടുത്തൊക്കെ കക്കൽ എങ്ങനെയാ പഠിക്കേണ്ടത് എന്ന് പഠിച്ചോ? ഇല്ല. എങ്ങനെയാണ് തോന്നിവാസങ്ങളും തെറ്റുകളൊക്കെ പഠിക്കാന്ന് ചിന്തിച്ചോ? ഇല്ല. അവിടെ എത്തിയിട്ടും യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ പണി ദഅവത്ത് തന്നെ. ജയിലറയിൽ ജീവിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം വർഷങ്ങളോളം ജീവിച്ചു ജയിലറയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കളവ് നടത്തിയ കള്ളൻ കള്ളനായിട്ട് ബാക്കിയില്ല, പിടിച്ചെടുത്തവനായിട്ട് ബാക്കിയില്ല, അക്രമിയായിട്ട് ബാക്കിയില്ല, കൊലയാളിയായിട്ട് ബാക്കിയില്ല. മറിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലറയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ കൂടെ ഇറങ്ങി വരാനുള്ളത് ആരാ?
ഒക്കെ തഖ്വയുള്ള മഹാന്മാരാ. എങ്ങനെ ആയി കിട്ടിയെന്നറിയോ? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതമാണ്. ആ ജീവിതം കണ്ടപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതം കണ്ട് പഠിച്ച സമൂഹം, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതം കണ്ടിട്ട് നിന്ന അതേയിലുള്ള ആളുകൾ മുഴുവനും സ്വാലിഹീങ്ങളെ വഴിയിലേക്ക് വഴിതിരിഞ്ഞു പോയി. ആ വഴിയിൽ ജീവിതം നയിക്കാൻ തുടങ്ങിപ്പോയി. എന്റെ ചെറുപ്പക്കാരെ നേറ്റുനിന്നു, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ദൂരെ നിൽക്കുന്ന വിശ്വാസികളൊക്കെ ഒന്ന് മജ്‌ലിസിലേക്ക് വന്നു. പ്രായം ചെന്ന ഉപ്പാപ്പമാരവിടെ ഇരുന്നു. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെ സർവ്വ സദസ്സും നീ കബൂലാക്കി തരണേ അല്ലാഹ്. ഇത് ഞങ്ങൾ അവസാനത്തെ മജ്‌ലിസാക്കല്ലോ അല്ലാഹ്. ഇനിയും ഒരുപാട് നിന്റെ ദീന് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് ജീവിക്കാനും കാമിലായി ഈമാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി മരിക്കാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ബാലുകൾക്കെന്ന മുസ്ലിമേ, ആ യൂസുഫ് നബി അലൈഹിസ്സലാം കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്താ ജീവിതം എന്നറിയോ? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതം അതേ വലിയ അത്ഭുതകരമായ ജീവിതമാണ്. കൊട്ടാരത്തിലുള്ള ജീവിതമാണല്ലോ. കൊട്ടാരത്തിലതാ പ്രയാസങ്ങൾ വരെയാണ്. എല്ലാം നേരത്തെ കാലക്കൂട്ടി കണ്ടുകൊണ്ട് ആവശ്യമുള്ളതൊക്കെ തയ്യാറെടുത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് എല്ലാരും ഭക്ഷണാവശ്യാർത്ഥം അതേ വരെയാണ്. ശേഖരിച്ചു വെച്ച ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുമ്പോൾ വാങ്ങാൻ വരികയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് എത്തിപ്പെടുന്നതാരോ നേരത്തെ കൊണ്ടുപോയി കിണറിലിറക്കുകയും കൊണ്ടുപോയി ചെറിയ പൈസക്ക് വിൽക്കാൻ ശ്രമിക്കുകയും കൊല്ലണോന്ന് ചർച്ച ചെയ്യുകയും ചെയ്ത സ്വന്തം സഹോദരങ്ങളാ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ഭക്ഷണം വാങ്ങാനുള്ള പാത്രവുമായി എത്തിയിരിക്കുന്നത്. ഈ പാത്രമായിട്ട് വന്നപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? കിട്ടിയ ചാൻസിൽ ഇയാൾക്കൊന്ന് കിട്ടാനാ ഞാൻ ഇതുവരെ കാത്തുനിന്നത്, ഇയാൾക്കൊരു പക വീട്ടാനാ ഞാൻ ഇതുവരെ കാത്തുനിന്നത്. ഇവരെ എന്റെ മുന്നിൽ അല്ലാഹു എത്തിച്ചല്ലോ. ഒറ്റൊന്നിനെയും വെറുതെ വിട്ടാ പറ്റൂല. എന്നെ അടിമയാക്കിയിട്ടല്ലേ വിറ്റത്, ഞാനും ഇവരെ അടിമയാക്കി അങ്ങ് വിറ്റ് കളഞ്ഞല്ലോ. ഒരു സെക്കൻഡ് പോലും അവിടുന്ന് ചിന്തിച്ചില്ല. സ്വന്തം സഹോദരങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. അറിവില്ലായ്മ കൊണ്ട് പലതും ചെയ്തിട്ടുണ്ട്. ചരിത്രം വിശാലമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. മറിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാം എന്ത് സെലക്ട് ചെയ്തു, എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെന്റെ സഹോദരങ്ങളാണല്ലോ. അവരറിവില്ലാത്തത് കൊണ്ട് ചെയ്തതാണല്ലോ. യൂസുഫ് നബി അലൈഹിസ്സലാം അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു പോയി, വിട്ടുവീഴ്ച പ്രഖ്യാപിച്ചു പോയി. അവരെ കയ്യിൽ ഭക്ഷണം കൊടുത്തുപോയി. കൊടുത്തേക്കുന്ന സമയത്ത് ചില ഹിക്മത്തുകൾ പ്രയോഗിച്ചു. എന്തിനാണ്? ബാപ്പനെ ഒന്ന് എത്തിക്കാനാണ്, ബാപ്പനെ ഒന്ന് കാണാനാണ്. ആ ഹിക്മത്തുകളൊക്കെ വിജയിപ്പിച്ചെടുത്തിട്ട് എല്ലാ സഹോദരങ്ങളെയും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രൂപങ്ങളിൽ താമസയോഗ്യമാക്കി മാറ്റി പാർപ്പിച്ചു. നബിയുല്ലാഹി യൂസുഫ് അലാ നബിയിനാ വഅലൈഹിസ്സലാം.